മുമ്പേ തായി വലി. ഞാൻ ഇത് വെച്ചോ. സിഗരറ്റും ബീഡിയൊന്നും വാങ്ങിച്ചു കളയരുത്, അമ്മയ്ക്ക് കൊണ്ടേ കൊടുക്കണം. ആ, അയാൾ ഉറങ്ങാണ്. ഒന്നുകൊണ്ട് ഞാൻ പോയെന്ന് പറഞ്ഞേര്. എന്താ താങ്ങൂട്ടാ? ഒന്നുമില്ല, പോലീസുകാരോട് രാവിലെ തന്നെ കണ്ടതും കിട്ടി. എല്ലാം നന്ദി ഇവിടെ കാത്തു കെട്ടി കിടന്നിട്ടാ. എന്റെ കമ്മീഷൻ എന്താ? നീ ഒരു കാര്യം ചെയ്യും, ഒരു 20 രൂപ ഇങ്ങോട്ട് വാ. കടയിട്ട് തന്നാൽ മതി, മറ്റന്നാൾ തിരിച്ചു തരാം. ഇത് വെച്ചോ. ഈ ന്യായമുള്ളത് ഇതാണ്. 10 രൂപ മറിയിച്ചെടുത്തേക്ക് വാടക കൊടുക്കാം. പോട്ടെ. ഏത് എല്ലാവരും ഓർമ്മകളായി മാത്രം അവശേഷിക്കുന്നു. ഒന്ന് പതുക്കെ വായിക്കണ്ടേ മോളെ, കുഞ്ഞുടരും. ഒച്ചത്തിൽ വായിക്കണമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. എന്നാലും ഉച്ചാരണം ശരിയാകുമേ. എന്താ പുസ്തകമാ? ഒരു കഥാപുസ്തകം. നേരം വെളുത്താൽ അന്തിയാകുന്നവരുടെ ചുമടെടുത്താൽ കിട്ടുന്ന 4-5 രൂപയാ. അതിന്നാ ഇങ്ങനെ കഥാപുസ്തകം വാങ്ങിച്ചോണ്ട് വരുന്നത്. നാളെ റേഷൻ മേടിക്കേണ്ട കാര്യം ഓർമ്മയുണ്ടോ? റേഷൻ വാങ്ങിക്കാൻ വേറെ കാശുണ്ടേ. എന്നാലും എന്തിനാ ഇവർക്ക് ദിവസം കഥാപുസ്തകം വാങ്ങിച്ചോണ്ട് വരുന്നത്? അവള് വായിക്കട്ടെ, കോളേജിലും മറ്റും പോട്ടെ, കൊച്ചല്ലേ. നീ നോക്കൂ, ഞാൻ അവളെ പഠിപ്പിച്ച് വലിയ ഡോക്ടറാണ്. ഞാൻ പറയാം, നീ വാ. നീ ഇപ്പൊ കോളേജ് പോവല്ലേ? അതെ. നീ പോയിക്കോ, ഞാൻ വരുന്നില്ല. ജയൻ, ഞാനിവിടെ പഠിക്കാൻ വന്നതാ. എടാ, പഠിത്തം കഴിഞ്ഞ് ഭാര്യയും കുട്ടികളും ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ നടക്കുമോ? പ്ലീസ്, ആ താക്കോൽ ഇങ്ങോട്ട് താ. ഇറങ്ങടാ പറഞ്ഞു. പ്ലീസ് ബാബു. ഇറങ്ങാനല്ലേ പറഞ്ഞത്? പിന്നെ ഇവനൊരു സന്യാസി. എന്റെ പൊന്നു മോളെ, ഇവനൊരു വെജിറ്റേറിയനാ. വിഷമിക്കണ്ട, നമുക്ക് വേറെ സ്ഥലം നോക്കാം. വാ. എനിക്ക് ഒരു മിനിറ്റ്. ബാബു, എന്താടാ? ഒരു അത്യാവശ്യം, ഒരു 25 മണീസ് വേണം. എന്റെ കയ്യിലുള്ള പണം തികയത്തില്ല. നാളെ എമ്മ വരും, അപ്പൊ തരാം. ഞങ്ങൾ വല്ല ഹോട്ടലിലും പോയിക്കോളാം എന്റെ സാറേ. നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. ഇവിടുന്ന് പോയി കിട്ടിയാ മതി. വലിയ ഉപകാരം. ഓക്കെ, താങ്ക് യു. നിന്റെ ചേച്ചിക്ക് എന്താടാ ജോലി? ഡ്യൂട്ടി. ഡ്യൂട്ടിയോ? എന്തോന്ന് ഡ്യൂട്ടി? നൈറ്റ് ഡ്യൂട്ടിയോ? അതെ, വൈകുന്നേരം ദാമോട്ട് സൈക്കിൾ റിക്ഷൻ കൊണ്ടുവന്ന് ചേച്ചി വിളിച്ചോണ്ട് പോകും. അത് രാവിലെ ചേച്ചി നിറയെ പണവും കൊണ്ടുവരും. ഓഹോ, നിന്റെ ചേച്ചിക്ക് നൈറ്റ് ഡ്യൂട്ടി അല്ലേ? അതെ സാറേ. അതോടൊക്കെ നീ പോയി ചായ വാങ്ങിച്ചോണ്ടോ. ഇതാ കാശെടുത്തോ.
എന്താ വേണ്ടത്? വല്ലാത്ത മഴ. നീ ഏതാ? എന്നെ അറിയില്ലേ? എന്റെ പേര് രാജമ്മ എന്നാണ്. രാജി എന്നാണ് എല്ലാരും വിളിക്കുന്നത്. ബാബു എന്നല്ലേ പേര്. ഞാൻ അറിയും. കോളേജിൽ MA പഠിക്കുന്നു അല്ലേ? നിനക്കെങ്ങനെ എന്നെ മനസ്സിലായി? ഞാൻ എന്നും കാണാറുണ്ട്. ബാബു എന്നെ ശ്രദ്ധിച്ചിട്ടില്ല. നീ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? മഴ കണ്ടില്ലേ? ഞാൻ ഒരാളുടെ കൊണ്ട് പോയതാണ്. ഇപ്പൊ ഹോട്ടലിൽ നിന്നാണ് വരുന്നത്. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഡ്രൈവർ കുടിച്ചിരുന്നു. അയാൾ എന്നെ കുറച്ച് അപ്പുറത്തിറക്കി വിട്ടു. ഞാൻ ഞങ്ങളുടെ ഗിറ്റ് ചാടി. ഓ, നീ പോ, ഞാൻ മാറി കളിക്കട്ടെ. അയ്യോ, ഈ മഴയത്ത് ഞാൻ എവിടെ പോകാനാ? ഞാനിവിടെ തനിച്ചാണ് താമസിക്കുന്നത്. നീ പോകും. ബാബു ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് എനിക്കറിയാം. ഓഹോ, അത് അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അല്ലേ? അതെ. നിനക്ക് ആറ് തെറ്റിപ്പോ. നീ അതിന് മറ്റാരെങ്കിലും അന്വേഷിക്കുന്നതാണ് നല്ലത്. കട കണ്ട ബാബു എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ ബാബുവിനെ ചീത്തയാക്കാൻ വന്നതല്ല. എനിക്ക് വല്ലാതെ തണുക്കുന്നു. ഈ ഉടുപ്പൊക്കെ ഒന്ന് പിഴിഞ്ഞുകൊടുക്കണം. അതിനൊന്നും ഇവിടെ സൗകര്യമില്ല. ഉള്ള സൗകര്യം മതി. ഇവിടെ നിന്ന് ഇറങ്ങി പോകാനാണ് പറഞ്ഞത്. എന്നെ തല്ലി കൊന്നാലും ശരി, ഞാൻ ഇവിടുന്ന് പോകില്ല. എനിക്ക് വല്ലാതെ തണുക്കുന്നു. ഈ ഉടുപ്പൊക്കെ ഒന്ന് പിഴിഞ്ഞുകൊടുക്കണം. കുളിമുറി എവിടെ? എന്നെ ഉപദ്രവിക്കാൻ അവിടെ ഇറങ്ങി പോകുന്നുണ്ടോ? പോവില്ല. കുളിമുറി എവിടെ? തണുക്കുന്നു. ഇതാണ് ബാത്റൂം. ഇതിനകത്ത് പോയി എല്ലാം പിടിച്ചെടുക്കും. നല്ല വീട്. ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കാൻ ഇത്രയും വലിയ വീടെന്തിനാ? ഞാനൊന്ന് കുളിക്കരേ. എന്റെ പാവാട എല്ലാം നനഞ്ഞു. എനിക്ക് ഉടുക്കാൻ ഒരു പാവാട തരുമോ? ഇവിടെ പാടയില്ല. മുണ്ടായാലും മതി. മുണ്ടും ഇല്ല, ആകെ ഒരു ലുങ്കിയാ ഉള്ളത്. ആ, അത് മതി. അതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എങ്ങനെയാ പുറത്തു വരിക? ഇങ്ങോട്ട് താ. എന്താ ഞാൻ നോക്കുന്നത്? നിനക്കൊന്ന് ഇറങ്ങി പോകാമോ? ഞാനിന്ന് പോയില്ല. കണ്ടില്ലേ ഇടി കിട്ടുന്നത്? പുറത്തിറങ്ങിയാ കാഞ്ഞു പോവും. എനിക്കിതെല്ലാം വിരിച്ചിടണമല്ലോ. അപ്പുറത്തുണ്ടെങ്കിൽ കൊണ്ട് ഇരിക്കൂ. ഇനി എനിക്ക് എന്താണ് വേണ്ടത്? ഒന്നും വേണ്ട.
ഇപ്പൊ എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ഷർട്ടിട്ട് ഒരാണിനെ പോലെ റൗഡിയെ പോലെ ഇരിക്കുന്നല്ലേ? നീ റൗഡി തന്നെ. ആ, ഞാനൊരു ചട്ടമ്പിയാ. ഗേറ്റ് ചാടിയപ്പോ ആനയെ കൊണ്ടതാ. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ മര്യാദയ്ക്ക് പെരുമാറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? അതെ, ഇറങ്ങി പോകാൻ പറയും വിചാരിച്ചു. മറ്റൊന്നും പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഞാൻ മര്യാദകൾ കാണിക്കാൻ പോവുകയാണ്. ഞാൻ സമ്മതിക്കില്ല. എനിക്ക് കാശ് തന്നിട്ട് ഒരുപാട് പേരെന്നെ, പക്ഷേ ബാബുവിന്റെ കൂടെ ഞാനില്ല. അതെന്താ? നീ പറഞ്ഞ ആ ഒരുപാട് പേരെക്കാളും കൊള്ളരുതാത്തവനാണ് ഞാൻ. അല്ല, ബാബു നല്ലവനാണ്. ബാബുവിനെ ഞാൻ ചീത്തയാക്കില്ല. ഞാൻ ആരെയും ചീത്തയാക്കിയിട്ടില്ല. ഒരുപാട് പേര് എന്നെ ചീത്തയാക്കി. എന്നിട്ട് എല്ലാവരും പറയുന്നത് ഞാൻ ചീത്തയാണെന്നാണ്. ബാബു എന്നെ കേറി പിടിച്ചാൽ ഞാൻ ഇറങ്ങി ഓടും. ഈ മഴയിലൂടെ ഓടും. നാളെ രാവിലെ ഞാൻ ഉണ്ടാവില്ല. എനിക്ക് ബാബുവിനെ ഇഷ്ടമാണ്. ബാബുവിനെ കാണാൻ വേണ്ടി ഞാൻ എന്നും ഇതുവരെ വരാറുണ്ട്. ബാബു എന്നെ ശ്രദ്ധിക്കാറില്ല. എന്റെ ശരീരം മാത്രമേ ചീത്തയായിട്ടുള്ളൂ. മനസ്സ് നല്ലതാ. ഇതൊരു തൊഴിലാണ്. അതുകൊണ്ടാണ് വിളിക്കുന്നവരുടെ കൂടെ ഒക്കെ ഞാൻ പോകുന്നത്. ജീവിക്കാൻ വേണ്ടി. നിനക്ക് മറ്റെന്തെങ്കിലും ജോലി ചെയ്തുകൂടെ? ജോലി കിട്ടണമെങ്കിൽ ആദ്യം എന്നെ കൊടുക്കണം. ജോലി നിലനിർത്താനും എന്നെ കൊടുക്കണം. അതിനേക്കാൾ നല്ലത് ഇങ്ങനെ ജീവിക്കുന്നതാ. കണക്ക് പറഞ്ഞ് കാശ് വാങ്ങാം. എന്റെ ഉപ്പുപ്പാക്കൊരാനയുണ്ടായിരുന്നു. ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിലെ നിസാർ അഹമ്മദിനെ എനിക്കിഷ്ടമാണ്. കുഞ്ഞു പാത്തുമ്മ അയാളെ സ്നേഹിക്കുന്നു. നമുക്കുറങ്ങണ്ടേ? നമുക്കോ? എനിക്കുറങ്ങണം. ഞാനെവിടെയാ കിടക്കേണ്ടത്? വരൂ. ഇവിടെ കിടന്നോളൂ. ഞാൻ എവിടെയാണോ കിടക്കേണ്ടത്? അല്ല പിന്നെ എന്റെ കൂടെ കിടക്കണോ? വേണ്ട, ഞാനിവിടെ കിടന്നോളാം. ആ, അവിടെ പയം തന്നിരിപ്പുണ്ട്. അയ്യോ, അയ്യോ, എന്താ വേണ്ടത്? എലി. എലിയോ? അവിടെ ഒരു എലി വല്ലയിടത്തും കടിച്ചല്ലോ. ഞാൻ ഇവിടെ കിടന്നോട്ടെ? ആ, എവിടെയെങ്കിലും കിടന്നോ.
വെച്ചു മുഖം കാലം വന്ന പൂജാബിംബം കാണിക്കയായി കാഴ്ച വെച്ചു നിർമാല്യം കൊണ്ടാരാധിക്കാൻ ആകാശയം നീ എവിടെയായിരുന്നടാ ഇത്ര നേരം? നിനക്ക് സ്കൂളിൽ പോകണ്ടേ? ഞാൻ സാറിന്റെ അടുത്ത് പോയിരുന്നതാ. എന്നാ വാ, കുളിപ്പിച്ചു തരാം. നിങ്ങളാരാ? ദാമും. എന്താ വേണ്ടത്? സൈക്കിൾ റിക്ഷ. എനിക്ക് സൈക്കിൾ റിക്ഷ ഇല്ലല്ലോ. എനിക്കുണ്ട്, ഞാൻ സൈക്കിൾ റിക്ഷക്കാരനാ. എനിക്ക് വേണ്ട, ഞാനത് കേറാറില്ല. സാറ് കാരണമെന്നില്ല, എന്റെ മെയിൻ റിച്ചാർജ് ഔട്ടല്ല, മെയിൻ മറ്റേതാ. മറ്റേത് തനിക്കെന്തോട് ഭ്രാന്തുണ്ടോ? സാറിന് മനസ്സിലായില്ലേ? സാറ് മാരേജ് ആണോ? താൻ എന്താടോ ചോദിക്കുന്നേ? സാറിന് ഇംഗ്ലീഷ് അറിയില്ലല്ലേ? അയ്യോ പാവം. കല്യാണം കഴിച്ചതാണോ? അറിഞ്ഞിട്ടിപ്പോ എന്ത് വേണം? അല്ല, കഴിച്ചാലില്ലെങ്കിൽ കുഴപ്പമില്ല. കല്യാണം കഴിച്ചിട്ടുണ്ട്, പൈപ്പിൽ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? ഇവിടെ ഞാനുണ്ട്. ഇറങ്ങി പോടോ പുറത്ത്, അല്ലെങ്കിൽ താൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. സാറ് തന്നെ ഞാനത് കൊള്ളു. ഞാൻ എത്രയോ നല്ല കൊടുത്തതാ. വാ സാർ, വാ 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 സാറ് വാ. നോക്ക് സാറേ, കണ്ട സാറേ, ഫാമിലി പെണ്ണ. സാറൊരു വാക്ക് പറഞ്ഞ വലിയ താപ് വെച്ച്. താനൊന്ന് ഇറങ്ങിപ്പോയേ. അതിന്റെ കൂട്ടത്തിൽ ജോയിന്റ് ആയിട്ട് വേണമെങ്കിൽ ചാരായും അതും കൊണ്ടുതരാം. അടുത്ത വീട്ടിൽ മറിയിച്ചെടുത്തേക്ക് അതാ ബിസിനസ് അറ്റാച്ചഡാ. എടോ, തന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്. സാറേ, എടോ, ഇറങ്ങി പോവാൻ. സാറേ, ഇപ്പൊ വേണ്ട വേണ്ട, നാളെ മറ്റന്നാൾ ശരിപ്പെടുത്താം. പോടാ അവിടുന്ന്. എന്താ ദാമോട്ടാ? ആ ലോഡ്ജിൽ പുതിയൊരു സാറ് വന്നിട്ടുണ്ട്. നിനക്കൊരു നൈറ്റ് ഡ്യൂട്ടി ഉറപ്പിക്കാന്ന് കരുതി ഞാനൊന്ന് മുട്ടി നോക്കി. ആ തലയെറിച്ചവൻ അടുക്കുന്ന ലക്ഷണമില്ല. അയ്യോ, അതെന്റെ സുധാകരൻ സ്കൂളിലെ സാറാണ്. ആണോ? ആ, അങ്ങേര് പഠിപ്പിക്കുന്ന സ്കൂളിലാണ് പഠിക്കുന്നെങ്കിൽ ഇവൻ ഗുണം പിടിക്കത്തില്ല. എന്തിനാ സിദ്ധാമോട്ടൻ എന്നെ ചീത്ത പറയുന്ന? ഒന്നുമില്ല, പോ സ്കൂളിൽ പോയിക്കോ. എന്താണിതിൽ? എന്റെ ഷർട്ടായിരിക്കും. എന്നാ പിടിച്ചോ. അലക്കി ഇസ്തിരി ഇട്ടതാണ്. നീ പൊയ്ക്കോ. കൊച്ചു കഴിഞ്ഞു പോകും. ഞാനിവിടെ പഠിക്കാൻ വന്നതാണ്. വല്ലവരും കണ്ടാൽ മോശമാണ്. ആരും കാണില്ല, കാണാതെയാ വന്നത്. ബാബു പറഞ്ഞില്ലേ, വല്ലവരും. അവരാണ് എന്നെ എന്റെ തൊഴില് പഠിപ്പിച്ചത്. ആ, ചായ കുടിച്ചോ? ഇല്ല. ഞാൻ പോയി മേടിച്ചോണ്ട് വരട്ടെ? വേണ്ട, ചായ ഞാനിവിടെ ഉണ്ടാക്കുകയാണ് പതിവ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കാം. ഒരു പെണ്ണ് വീട്ടിലുള്ളപ്പോ ആണുങ്ങൾ അടുക്കളയിൽ ചെയ്യരുത്.
മധുരവും കടുപ്പൊക്കെ മതിയോ നോക്ക്. എങ്ങനെ? കൊള്ളാം. ആ, ബാബുവിന്റെ മനസ്സ് എനിക്കറിയാം. ഈ ഉദ്ദേശത്തോടുകൂടി എന്നെ തുടരുത്. എന്റെ ശരീരത്തിന് വേണ്ടി അല്ലാതെ എന്നെ സ്നേഹിക്കുന്ന ഒരാളെ കുറിച്ച് എനിക്ക് ഓർക്കണം. അത് ബാവുവായിരിക്കണം. ആരുടേതാണ് ഈ ഫോട്ടോ? എന്റെ ചേച്ചിയുടേതാണ്. അവരുടേതാണ് ഈ വീട്. ചേച്ചിയുടെ ഭർത്താവിന് ഡൽഹിയിലേക്ക് സ്ഥലം മാറ്റമായി. ചേച്ചിയും കൂടെ പോയി. എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ദിവസം ഉണ്ടാകില്ല, ഉണ്ടാകരുത്. ഇത് അച്ഛനും അമ്മയുമാണല്ലേ? അതെ. നിനക്കാരുമില്ലേ? ഒരു അനിയനുണ്ട്. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. എന്നെ പഠിപ്പിച്ച് ഡോക്ടറാക്കണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. അവരുണ്ടായിരുന്നെങ്കിൽ ഞാനൊരു ടീച്ചറോ ടൈപ്പിസ്റ്റോ എങ്കിലും ആയനെ. വസൂരി വന്നാണ് അച്ഛൻ മരിച്ചത്. 6 മാസം കഴിഞ്ഞ് ഒരു ദിവസം രാത്രി അമ്മയ്ക്ക് പനി വന്നു. ഞാൻ കുരുമുളക് തിളപ്പിച്ചു കൊടുത്തു. രാവിലെ ഞാൻ ഉണർന്ന് നോക്കിയപ്പോ അമ്മ മരിച്ചു കിടക്കുകയായിരുന്നു. ശവമടക്കാൻ എന്റെ കയ്യിൽ പണമില്ലാതിരുന്നത് കൊണ്ട് അമ്മയുടെ ശവം മുനിസിപ്പാലിറ്റിക്കാർ കൊണ്ടുപോയി. ഞങ്ങളുടെ കുടിലിൽ ഞാനും എന്റെ അനിയനും ഒറ്റയ്ക്കായി. അനിയൻ മുല കുടിക്കുന്ന കുഞ്ഞായിരുന്നു. വിശപ്പ് സഹിക്ക വയ്യാതെ അവൻ നിലവിളിച്ചു. അനിയനെ വാരിയെടുത്ത് ഞാൻ തോളിലിട്ടു. അവനെ ജീവിപ്പിക്കണമെന്ന് തോന്നി. എനിക്ക് ജീവിക്കണമെന്നും. ജീവിക്കാൻ വേണ്ടി ഞാൻ റോഡിലേക്ക് ഇറങ്ങി. സാറേ, വിശക്കുന്നു. എവിടെ തെണ്ടിത്തിരിഞ്ഞ് നടന്നാലും എന്നും സന്ധ്യയ്ക്ക് ഞാൻ എന്റെ കുടലിലെത്തുമായിരുന്നു. ഒരു കർക്കിടകത്തിൽ മഴയത്തും കാറ്റത്തും എന്റെ കുടൽ തകർന്നു വീണു. എന്നാ മോനെ, ഇന്ന് മോനെ അച്ഛൻ വരുമ്പോ മോനെ മുട്ടായി കൊണ്ടുവരും. ചേച്ചി, ഞങ്ങൾക്ക് വിശക്കുന്നു. വല്ലതും തരൂ ചേച്ചി. പോടി അവിടുന്ന്. ഈ കുഞ്ഞിനെങ്കിലും ഒരു പിടി ചോറ് തരൂ ചേച്ചി. പോടി അവിടുന്ന്. കുഞ്ഞിന് ചോറ് കൊടുക്കുമ്പോഴാണോ വായി നോക്കിക്കൊണ്ട് വന്ന് നിൽക്കുന്നത്? പോ. എന്റെ അനുജന് കൊടുത്തേക്ക്. നീ ഒന്നും കഴിച്ചില്ലേ? പോയി വല്ലതും കഴിച്ചിട്ട് വാ. എന്റെ ജീവിതം ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും പീഡികത്തിണ്ണകളിലുമായി. കൂലിപ്പണി എടുക്കുന്ന പിള്ളേര് തണുപ്പുള്ള രാത്രികളിൽ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. ഞാൻ എപ്പോ ചീത്തയായെന്ന് എനിക്കറിയില്ല. എങ്ങനെ ചീത്തയായിരുന്നു?
പ്രായമായ പെണ്ണാണെന്ന് മനസ്സിലാക്കിയപ്പോ ഒരു പെണ്ണ് കാത്തു സൂക്ഷിക്കേണ്ടത് എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഈ തൊഴിലുകൊണ്ട് എന്നെ ഇങ്ങനെ ജീവിക്കാനാക്കിയത് ദാമോട്ടനാണ്. എടി എന്ത് ഇരിക്കടി എടി പെണ്ണേ, ഏതായാലും നീ ചീത്തയാകുന്നു. എന്നാൽ പിന്നെ നല്ലവണ്ണം കാശ് വാങ്ങിച്ചിട്ട് ചീത്തയായിക്കൂടെ? ആരും തരുന്നില്ല ചേട്ടാ. അതെല്ലാം തരും, നമുക്ക് മേടിക്കാം. നീ വണ്ടിയിലോട്ട് കയറ്. കയറടി. ദാമുവേട്ടൻ എന്നെ മറിയച്ചേട്ടത്തിയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. മരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ മരിക്കുമായിരുന്നു. എനിക്കതിന് കഴിയുന്നില്ല. എന്റെ അനിയന് വേണ്ടിയെങ്കിലും ഞാൻ ജീവിക്കണ്ടേ? കൊള്ളാമല്ലോടി, നീ ഇവനെയും വിളച്ചോ? ആള് മോശമല്ലല്ലോ. ജയൻ, തെറ്റിദ്ധരിക്കരുത്. ഇവള് പിന്നെ വേണ്ട 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 വേണ്ട, ഒരു വിശദീകരണം വേണ്ട. എനിക്കൊരു തെറ്റിദ്ധാരണയില്ല. ഏതായാലും കാര്യം നടക്കട്ടെ. യാ, ഞാനിപ്പോ ഇവിടെ വരരുതായിരുന്നു. ഐ എം സോറി. എടാ, മുൻവയസ്സ കഥ അടച്ചേക്കണം. ഇയാൾ ബാബുവിന്റെ കൂട്ടുകാരനാണോ? അതെ, ഇവൻ എന്റെ കൂടെ പഠിക്കുകയാണ്. ബാബു ഇയാളുടെ കൂടെ കൂട്ടുകൂടരുത്. എനിക്ക് ഇയാളെ അറിയാം. ഇയാൾ കുടിക്കുകയും ചെയ്യും. ശരി, രാജിപ്പിക്കോളൂ. രാജി ഇനി ഇവിടെ വരരുത്. പൊയ്ക്കോളൂ. എന്താ ഇത്? എന്തിനാ കരയുന്നത്? ഞാനിവിടെ വരരുതെന്ന് പറഞ്ഞില്ലേ? ആളുകൾ അതൊന്നും പറയാൻ തുടങ്ങും. പോകൂ, പോകൂ. അല്ല, നീ എന്താ ഓർത്തുകൊണ്ടിരിക്കുന്നത്? ദാമുവേട്ടന് ഒന്നുമില്ല, വെറുതെ. എന്നാ വാ. മറിയച്ചെടുത്തി, എന്താണ് പെണ്ണെ? ദാമുവേട്ടൻ വന്നിട്ടുണ്ട്, ഞാൻ പോകുന്നു. പോയിട്ട് വാ. വാ. അറിഞ്ഞ ഒരു സന്തോഷ വാർത്ത. എന്താ? എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും പറ. നിന്റെ പ്രിൻസിപ്പാൾ സസ്പെൻഡ് ചെയ്തായിരിക്കും. പോടാ, അതൊരു വാർത്തയാണ്. എന്നാ പിന്നെ എന്താണെന്ന് നീ എന്നങ്ങ് പറ. നമ്മുടെ ബാബു ഇല്ലേ, സന്യാസിയാണെന്ന് നമ്മൾ എല്ലാവരും കരുതിയിരുന്ന ബാബു പെണ്ണ് പിടിച്ചു തുടങ്ങി. ഞാൻ അവന്റെ വീട്ടിൽ കയറി ചെല്ലുമ്പോ അവന്റെ റൂമിൽ ഒരു പെണ്ണ്. നിങ്ങൾ അറിയുമായിരിക്കും, രാജി എന്ന് പറയുന്ന ഒരു ചരക്കില്ലേ ഇവിടെ, അവള്. നേരാണോ നീ പറയുന്നത്? അയ്യോ നേരെ. പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോ എന്റെ നമ്പർ പത്രത്തിലില്ല എന്ന് പറയുന്നത് പോലൊരു സത്യം. അവൻ ചെയ്ത് തെറ്റാണെന്ന് ഞാൻ പറയുന്നത്. അവൻ നല്ലവനായിട്ടുണ്ട്. എടാ, നമുക്ക് പിന്നെ വാരണമല്ലോടാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞങ്ങളെ ചെറിയ അഭിമുഖത്തിൽ നിന്നാണ്. സാറ് വിവാഹിതനാണോ അവിവാഹിതനാണോ? ഞാൻ പറയാം, ആള് അവിവാഹിതനാണ്. സാറ് ഭാരതത്തിന്റെ സന്മാർഗ ചിന്തകളെ മാനിക്കുന്നുണ്ടോ? പിന്നെ പക്ഷെ ബെഡ്റൂമിൽ ദിവസവും ഓരോ പെണ്ണ് വേണം, ആരും കാണാതെ. ഒന്ന് നിർത്തണം ചെയ്യാൻ. ദേഷ്യപ്പെടാതെടാ. തുടക്കമാണോ അതോ പലതും കഴിഞ്ഞിട്ടാണോ? മനുഷ്യൻ ക്ഷമയ്ക്ക് വരെ അതിലുണ്ട്. കൊള്ളാം. കൈ കൊടറ, കൈ കൊടറ. പെണ്ണുങ്ങളുടെ കാര്യത്തിലും നീ പുരോഗമിച്ചു. ഇനി അല്പം തന്നുകൂടെ അടിച്ചാൽ മതി. അത് നീ താമസിയാതെ തുടങ്ങും. ഒന്ന് വെറുതെ ഇരിക്കണം ചെയ്യാൻ. എടാ, എന്റെ കൈ നിന്റെ പുറത്ത് വീണ പിന്നെ നീ ജീവിക്കില്ല.
പക്ഷെ നിന്നെ ഞാൻ തല്ലില്ല. പാടത്ത് മുഴുവൻ വെള്ളമാണ്. ആ പൂച്ചുണ്ണിപ്പാടത്തെ 10 തെങ്ങ് വീണു. നല്ലപോലെ കായ്ക്കുന്ന തെങ്ങായിരുന്നു. എന്തൊരു മഴയാ പെയ്തത്. ആട്ടെ, ആ കുറുപ്പ് പണം വല്ലതും കൊണ്ടുവന്നു. 1000 രൂപ കൊണ്ട് തന്നു. ബാക്കി അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞു. ദേ ബാബുന്റെ കത്തുണ്ട്. അവൻ ഈ മാസം രൂപയൊന്നും അയച്ചില്ല അല്ലേ? ആ അയക്കാം. അമ്മായി, ഇത് അമ്മ തന്നയച്ചാണ്. എന്താ അത്? പലഹാരം. ഗലേച്ചിന് ഇളയമയും വന്നിട്ടുണ്ട്. ഓ, അവര് വന്ന ഉടനെ നീ പലഹാരപ്പൊതിയായിട്ട് ഇങ്ങോട്ട് പോന്നുവല്ലേ? ആ, അവള് ബാബുവിന്റെ എഴുത്തുണ്ടെന്ന് അറിയാൻ വന്നതാ. പോ അമ്മായി. ദേ അവന്റെ എഴുത്തുണ്ട്. നിന്നെ അന്വേഷിച്ചിട്ടുണ്ട്. വായിച്ചു നോക്ക്. മോളെ, അടുക്കള ചായ വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് ഒഴിച്ച് അമ്മാവിന് കൊണ്ടുവന്ന് കൊടുക്കും. വെറുതെ അല്ല പെണ്ണ് ചെറുപ്പത്തിലെ അമ്മാവ അമ്മായി എന്നും പറഞ്ഞ് നമ്മുടെ കൂടെ കൂടിയത്. ആ, ബാബുവിന്റെ പഠിത്തം കഴിയുന്നിടം വരെ കാത്തിരിക്കണം. അവരുടെ കല്യാണം നടത്തിക്കൂടെ? നിനക്ക് എന്താ ഇത്ര ധൃതി? പട്ടാപ്പകല്. ലക്ഷ്മി, നീ അടുത്തുള്ളപ്പോ എനിക്ക് പകലും രാത്രി എല്ലാം ഒരുപോലെയാ. മതി കൊഞ്ചിയത്. നമ്മുടെ ചിരിയും കളിയും എല്ലാം കഴിഞ്ഞിട്ട് മതി മോന്റെ വിവാഹം. പെണ്ണ് കണ്ടു. കണ്ടാലെന്താ? അവരുടെ കല്യാണം കഴിയുമ്പോ അവൾ അവനോട് പറയും അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടെന്ന്. അവൻ അവളെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൊടുക്കും. വല്ലാത്തൊരു മനുഷ്യൻ. മാച്ചെടുക്കരുത് എന്നോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ സാറിനെ കണ്ട് ഒരു കാര്യം പറയാൻ വന്നതാണ്. ഇരിക്കൂ രാജി. വേണ്ട സാർ, ഇവന് രാവിലെയോ വൈകിട്ടോ എപ്പോഴെങ്കിലും സമയമുള്ളപ്പോ ഒന്ന് ട്യൂഷൻ കൊടുക്കണം. അതിന്റെ ഫീസ് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ തരാം. ഞാനിവരെ പഠിപ്പിക്കാം. ഫീസൊന്നും വേണ്ട. അത് വേണ്ട, ഫീസ് തരാം. ആ, നീ സ്കൂളിൽ ചെന്ന് ഹെഡ് മാസ്റ്റർ ഉണ്ടോ നോക്കിട്ട് വാ. ആ, പിന്നെ അവിടെ ചെന്ന് ഒന്നും ചോദിക്കണ്ട, നോക്കിട്ട് വന്നാ മതി. ആ, നീ ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും കണ്ടോ? ഞാൻ അതിനല്ല വന്നത്. ഇരിക്കേ. സാർ അല്ല, ഗോവിന്ദപ്രഭ സാറോ? വരണം വരണം. എനിക്ക് ആ പത്രം ഒന്ന് വേണം. അനിയന് ട്യൂഷൻ വേണേ അവനെ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചാ പോരെ. അതിന് നീ ഇവിടെ വന്നു. പോണം പോണം. ആ, ഇത് ട്യൂഷന്റെ ഇടപാടൊന്നും അല്ല സാറേ. അതെ അതെ, ഇവൻ തന്നെ ഇവിടെ വന്നു. സാറിന് വിരോധമില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നൊന്ന് വായിക്കാം. വായിച്ചോണം.
രാജി. ബാബുട്ടാ, ബാബുട്ടാ, ഞാൻ ബാബുട്ടന് വേണമെങ്കിൽ എന്നെ തരാം. പിന്നെ എന്റെ കൂടെ കഴിഞ്ഞിട്ടുള്ള 1000 ആളുകളിൽ ഒരുത്തനായിട്ടേ എനിക്ക് എന്റെ ബാബുട്ടനെ കരുതാൻ കഴിയൂ. അങ്ങനെയല്ലാതെ എനിക്ക് എന്റെ ബാബുവേട്ടനെ കുറിച്ച് ഓർക്കണം. ബാബുവേട്ടനെ ഞാൻ അങ്ങനെ ഓർക്കേണ്ടെന്നാണോ ബാബുവേട്ടന്റെ ആഗ്രഹം? എങ്കിൽ ബാബുവേട്ടൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ബാബു, എടാ ബാബു, ബാബു, എടാ ബാബു, ബാബു, എടാ ഇവളേതാ? എടാ ഇവളേതാണെന്നാണ് ചോദിച്ചത്. അച്ഛാ, ഇവൾ മനസ്സിലായി? ഇതാണോടാ നിന്റെ പഠിത്തം? അച്ഛാ, ഇവൾ രാത്രി ഇവിടെ വന്നു, ഇവിടെ ഉറങ്ങി. അല്ലാതെ അച്ഛൻ ഉദ്ദേശിക്കുന്നവരൊന്നുമില്ല. നീ എന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത്. എടീ, നീ എന്തിനാണ് നിൽക്കുന്നത്? ഇറങ്ങി പോകാറായില്ലേ? എടാ, എന്നെ കുറിച്ച് നീ ആലോചിക്കേണ്ട. നിന്റെ ഭാവിയെ കുറിച്ച് വലിയ പ്രതീക്ഷകളുമായി കഴിയുന്ന ഒരമ്മയുണ്ട്. അവളെ നീ മറക്കരുത്. ഞാനിപ്പോ എന്തോ പറഞ്ഞാലും അച്ഛൻ വിശ്വസിക്കില്ല. അച്ഛൻ വലിയ ദേഷ്യത്തിലാണല്ലോ. തല്ലോ. നീ ഒന്ന് പൊയ്ക്കേ. ബാബു, എടുത്തുപോയി. ബാബു, ഞാനും നിന്റെ പ്രായം കടന്നു വന്നവനാണ്. ഈ പ്രായത്തിൽ തെറ്റുകൾ പറ്റാം. പക്ഷെ അത് ജീവിതം മുഴുവൻ ചുമക്കേണ്ട ഒരു ഭാരമായിട്ട് മാറരുത്. അച്ഛാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ശരി, നിനക്ക് ഞങ്ങൾ കൊള്ളാവുന്ന ഒരു വീട്ടിൽ നിന്ന് വിവാഹം ആലോചിച്ചിട്ടുണ്ട്. എന്താ, രാധ നിനക്ക് ഇഷ്ടമല്ലെന്നുണ്ടോ? ഇഷ്ടമാണ് അച്ഛാ. എങ്കിൽ ഇപ്പോൾ ഇവിടെ കണ്ട പെണ്ണിനെ മേലാൽ ഈ വീട്ടിൽ കാണരുത്. ശരി, നീ പോയി ഒരു ഗ്ലാസ് ചായ എനിക്ക് കുടിക്കാൻ പറ്റുക. ബാബു പാവമാണ്. എന്നാ ഒരു സർട്ടിഫിക്കറ്റ് എഴുതാ പോടിയാണ്. ബാബു പാവമാണെന്ന് എന്നോട്. സാറേ, വല്ലോം താനേ, ഒരു കാലില്ലാത്തവനാണ്. വല്ലോം തരാൻ പറ. സാറില്ല, കുളിക്കുക, പിന്നെ വാ. നിനക്ക് സ്കൂളിൽ പോകുമെന്നും വേണ്ടേ? ചുമ്മാ സാറിന്റെ റൂമിൽ കയറിയിരുന്നാൽ എങ്ങനെയാ? പോയി കാപ്പി കുടിക്കുക.
എടാ വേണോ, എന്താ സാറേ? നീ ആ താഴത്തെ വീട്ടിൽ ചെന്ന് സുധാകരനോട് ഇങ്ങോട്ട് വരാ. ശരി. ഇങ്ങോട്ട് ഇരിക്കുമോനെ. സുധാകരനെ സാറ് വിളിക്കുന്നു. ഏത് സാറ്? ഞങ്ങളുടെ ലോഡ്ജിൽ താമസിക്കുന്ന ഇവന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്നു സാറ്. ഓ, സാർ എന്നെ വിളിച്ചോ? നീ എന്റെ വാച്ച് എടുത്തോ? ഇല്ല സാർ, ഞാൻ എടുത്തില്ല. എന്താ സാറേ? എന്ത് പറയാനാ സാർ, ഇവൻ എന്റെ വാച്ച് മോഷ്ടിച്ചോണ്ട് പോയി. ഇല്ല സാർ, ഞാൻ വാച്ച് മോഷ്ടിച്ചില്ല സാർ. കരയാതെ ചെറുക്ക. നീ അത് കൊണ്ടുവന്ന് ഞാൻ കൊടുത്തരേ. ഇല്ല സാർ, ഞാൻ എടുത്തിട്ടില്ല സാർ. സാറ് നല്ലതുപോലെ എല്ലാവരും നോക്കിയോ? ഇനി നോക്കാൻ ഒരു സ്ഥലവും ഇല്ല. എന്താ ചേച്ചി, സാറിന്റെ വാച്ച് ഞാൻ മോഷ്ടിച്ചെടുത്തെന്ന് ആരാ പറഞ്ഞത്? സാറ് തന്നെ പറഞ്ഞു. ഇത് കണ്ടോ ചേട്ടത്തി? ഇവൻ സാറിന്റെ വാച്ച് ഓടിച്ചെന്ന്. എന്റെ പാറേ മാതാവേ, ഇത് നല്ല കുത്തം. ഇവന് വാച്ചെന്തിനാ? ഇവന് ആഫീസിൽ പോകുന്നുണ്ടോ? അത് മനസ്സിലാക്കാൻ പോലും ഉള്ള ബുദ്ധി ആ സാറിനില്ലാതെ പോയല്ലോ. സാർ അവിടെ ഉണ്ടോടാ? ഉണ്ട്. എന്നായിരുന്നു അയാളോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. വാ. വാച്ച് അഴിച്ചു വെച്ചിട്ട് കുളിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോ വാച്ചും ഇല്ല, പയ്യനും ഇല്ല. സാറേ, ഇവൻ എന്ത് ചെയ്തു എന്നാണ് സാറ് പറഞ്ഞത്? അവൻ എന്റെ വാച്ച് എടുത്തു. സാറ് കണ്ടോ? അവനാ എന്റെ റൂമിലുണ്ടായിരുന്നത്. അവൻ റൂമിലുണ്ടായിരുന്നത് കൊണ്ട് അവനാണ് വാച്ച് എടുത്തതെന്ന് സാർ അങ്ങ് തീരുമാനിച്ചു അല്ലേ? പിന്നെ ആരെടുത്തു? അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. അവനെ എടുത്ത് നിന്റെ കൈ തന്നിട്ടുണ്ടെങ്കിൽ അവനും കൊടുത്തേരും പെണ്ണേ. ഇടോ, വയസ്സനാണെന്ന് ഞാൻ നോക്കത്തില്ല. ഞാൻ വല്ലതും പറഞ്ഞതാ കേട്ടോ. ഞാൻ ഇവനെ റൂമിൽ കയറ്റിയത് അപകടമായത്. 1500 രൂപയുടെ വാച്ചാ. സാറേ, ഒരുപാട് റൂമും വാച്ചും കണ്ടവളാ. നിനക്ക് വേണമെങ്കിൽ ഞാൻ 10 100 രൂപ തരാം. നീ ആ വാച്ച് കൊണ്ടുത്താ. സാറേ, സാർ ഒരു മാസം കുത്തിയിരുന്ന് പഠിപ്പിച്ചാൽ എന്ത് കിട്ടുമെന്ന് എനിക്കറിയാം. ഒറ്റ രാത്രി കൊണ്ട് 10 100 സമ്പാദിക്കുന്നവളാണ് ഞാൻ. ഞാൻ ചീത്തയാണ്. ഇപ്പൊ ഞാൻ അങ്ങനെയാ ജീവിക്കുന്നത്. പണ്ട് ഞാൻ ഇവനെയും തോളിലിട്ട് തെണ്ടിയിട്ടുണ്ട്. അന്നും ഇന്നും ഒരുത്തന്റെ ഒരു പൈസ പോലും ഞാൻ എടുത്തിട്ടില്ല. ഇവനെ ഞാൻ അങ്ങനെയാ വളർത്തിയത്. എന്റെ അനിയനെ സാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. അവൻ കള്ളനാണെന്ന് മാത്രം പറയരുത്. പറഞ്ഞാൽ ആരാണ് സാർ അറിയും. കുട്ടികൾക്ക് 4 അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്ന ആളായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സാറ് വാച്ച് വെച്ചെടുത്ത് നോക്ക്, കാണും. എന്റെ അനിയനെ എടുത്തിട്ടില്ല. വാടാ. സാറേ, വാച്ച് പോയെങ്കിൽ പോട്ടെ, വാച്ചിനേക്കാൾ വലുതാണ് മാനം. ഇവള് ഭൂമിയുടെ അച്ഛന്റെ ചവിട്ടി കുലുക്കുന്നവളാ. ഇവളോട് കളിച്ചാ മാനം പോയത് തന്നെ. ഹലോ, പോലീസ് സ്റ്റേഷൻ. എടാ മുരളി, ഇത് ഞാനാ, ചന്ദ്രൻ. ആ, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? എന്റെ വാച്ച് കളവ് പോയി. എവിടുന്ന്? റൂമിൽ നിന്ന്. നീ ഇപ്പൊ എവിടുന്ന സംസാരിക്കുന്നത്? എന്റെ ലോഡ്ജിൽ നിന്ന്. ആ, നീ ഇവിടെ വരെ വന്ന് ഒരു പെറ്റീഷൻ തന്നിട്ട് പോകും. ആ ശരി, ഞാനിപ്പോ വരുന്നു. ആ ആ ഞാൻ ഇറങ്ങട്ടെ. ഞാൻ ഇപ്പൊ തന്നെ കോൺസ്റ്റബിൾ അയക്കാം. ശരി. എന്റെ കർത്താവേ, ഇങ്ങോട്ടിരുന്നാട്ടെ. വേണ്ട, നിന്റെ സൽക്കാരൊന്നും വേണ്ട. ഇവിടെ മറിയ ചേർത്തി ആരാണ്? മറിയ ഞാനാന്നേ. അപ്പൊ മറിയ ചേർത്തി നിന്റെ ചേർത്തിയാണോ? അതും ഞാൻ തന്നെയാ. രാജമ്മ എന്ന് പറയുന്ന പെണ്ണ് നിന്റെ ആരാണ്? എന്റെ ആരുമല്ലേ, ഇവിടെ താമസിക്കുന്നതേ ഉള്ളൂ. അവൾ എവിടെ പോയി? അവൾ പുറത്തേക്ക് പോയി. മോർണിംഗ് വാക്കിന് പോയതായിരിക്കും. അയ്യോ, ജീവിക്കാൻ മറ്റു മാർഗം ഒന്നുമില്ലാത്തത് കൊണ്ട് അവൾ അതിന് പോകുന്നത്. അതിന് രാത്രിയിൽ പോത്തുള്ളൂ. ഇപ്പൊ അതിന് പോയതല്ല. അവളുടെ ഒരു അനിയുണ്ടല്ലോ, ആ പയ്യൻ എവിടെ? അവൾ പള്ളിക്കൂടത്തിൽ പോയി. ആ പയ്യൻ ലോഡ്ജിൽ നിന്ന് ഒരു വാച്ച് മോഷ്ടിച്ചുകൊണ്ട് എന്നിട്ട് എന്ത് ചെയ്തു അറിയാമോ? അയ്യോ, എന്റെ പൊന്നേമാനെ, എനിക്കറിഞ്ഞൂടെ. അറിഞ്ഞെന്ന് വരരുത്. രാജ്യമ വന്നാൽ ആ പയ്യനെ കൂടി സ്റ്റേഷനിലേക്ക് വരാൻ പറയണം. അവള് വന്ന ഉടനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞയക്കാമേ. എന്റെ പാറേ മാതാവേ, നീ ഈ കുരുക്കിൽ എന്നെ കുരുക്കല്ലേ. അയ്യോ, ഇവനാണ് ഇവനെ പയ്യൻ. ആ പെണ്ണെവിടെ? അവളെ കിട്ടിയില്ല. വൈകുന്നതിന് മുമ്പ് തെരഞ്ഞു പിടിക്കാം. എടാ, നീ ചന്ദ്രന്റെ വാച്ച് എടുത്ത് എവിടെ വെച്ചു? ആരുടെ കൊടുത്തു? ഞാൻ എടുത്തില്ലേ മോനെ. നീ എടുത്തില്ലല്ലേ? ഇവനെ അപ്പുറത്തോട് ചോദിക്കൂ. ഇടി വന്നേ. എന്താ അങ്ങോട്ടാ? നീ ഇവിടെ ചുറ്റി നടക്കാണല്ലേ? ഞാൻ മറിച്ചേടത്തിന് വീട്ടിൽ നിന്ന് വരുന്നത്. നിന്നെ അന്വേഷിച്ച് പോലീസുകാർ വന്നിരുന്നു. സുധാകരൻ അവരെ പിടിച്ചോണ്ട് പോയി. ആ സാറിന്റെ വാച്ച് മോഷ്ടിച്ചെന്ന് പറഞ്ഞു. അതിൽ വല്ല വാസം ഉണ്ടോടി വന്നേ? അവനത് എടുത്തിട്ടില്ല ദാമോട്ടാ. എടുത്താലും എടുത്തില്ലെങ്കിലും നിന്നെയും പോലീസുകാർ പോക്കും. ഇത് മോഷണ കേസ്. നീ ഒരു കാര്യം ചെയ്യും, കുറച്ചു നാളത്തേക്ക് ഈ നാട് വിട്ട് ജീവിക്കും.
വേണം ഞാനും കൂടെ വരും. സുധാകരനെ അവർ കൊണ്ടുപോയതാവട്ടാ. അവനവർ പൂക്കി. എങ്കിൽ ഞാനും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. എടി പെണ്ണേ, ഭ്രാന്ത് കാണിക്കാതെ. എനിക്ക് എന്റെ അനിയനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല ദാമോട്ടാ. എന്റെ ഈശ്വര, എന്തൊരു ഭ്രാന്തായി പെണ്ണിന്. ഇവിടെ ശരീരം കേടായ എന്റെ വയറ്റുപഴുപ്പ് മുട്ടില്ലേ? ഏമാനെ, എന്റെ അനിയൻ വാച്ചിട്ടിട്ടില്ല. അവനെ ഒന്നും ചെയ്യരുത്. അവൻ എനിക്ക് വിട്ടു തരണം. അവനെ വാച്ചെടുത്ത് നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. അയ്യോ, ഞങ്ങൾ അത് കണ്ടിട്ട് പോലുമില്ല സാർ. ഇവളെ കുട്ടമ്പിളി ഏൽപ്പിക്കൂ. സാർ, അകത്തേക്ക് പോവൂ. ചന്ദ്ര, ഞാൻ നിന്റെ വാച്ചിന്റെ കാര്യം പറയാൻ വന്നതാണ്. എന്താ കിട്ടിയോ? ഇല്ല, ആ പയ്യനെ എടുത്തിട്ടില്ല. ആ പെൺകുട്ടിക്കും അതേപ്പറ്റി ഒന്നും അറിയാൻ പാടില്ല. ഞാൻ അവരെ വിട്ടയച്ചു. അവൻ തന്നെ എടുത്തത്. ഇല്ല ചന്ദ്ര, ആ പയ്യൻ വാച്ച് എടുത്തിട്ടില്ല. നമുക്ക് അന്വേഷിക്കാം. വാച്ച് കിട്ടും. പോയത് പോയി, എവിടുന്ന് കിട്ടാനാ? പിന്നെന്തിനാ ഞാൻ ഈ യൂണിഫോം ആയിട്ട് നടക്കുന്നത്? എനിക്ക് അല്പം തിരക്കുണ്ട്, ഞാൻ പോയിട്ട് വരട്ടെ. ശരി. അയ്യോ, വാച്ച് ഞാൻ എടുത്തിട്ടില്ല. അയ്യോ, ഞാൻ എടുത്തിട്ടില്ല. അയ്യോ, വാച്ച് ഞാൻ എടുത്തിട്ടില്ല. അയ്യോ, എന്നെ അടിക്കല്ലേ. എങ്ങനെയുണ്ട് ചേട്ടത്തി? എന്റെ പെണ്ണെ, ഞാൻ എന്തോ പറയാനാ. നീ വേഗം ആ മരുന്ന് കൊടുക്കാൻ നോക്ക്. അയ്യോ, ഞാൻ വാച്ച് എടുത്തില്ല. എന്നാലും എന്റെ ദാമു, പോലീസുകാർ ഈ കൊച്ചിനെ എന്തൊരു ചെയ്തായി ചെയ്തത്. ഈ പെണ്ണിന്റെ കാര്യം എല്ലാം മുഴുവൻ വെള്ളമായിരിക്കാം. എന്നെ തല്ലല്ലേ. മോനെ, അയ്യോ, ഞാൻ സുധാകര, ഞാൻ മോനെ. എടുത്തില്ല. ഈ മരുന്ന് കുടിക്കും മോനെ. എന്നാ, ഇത് കുടി. മകനെ കാണാൻ പോയി. നല്ല കാഴ്ചയാണ് കണ്ടത്. ചേട്ടെ, മതി മതി, കുറെ നേരം ആയല്ലോ അവനെ കുറ്റം പറയാൻ തുടങ്ങിയിട്ട്. എന്നാലും എന്റെ ലക്ഷ്മിയെ അവൻ പ്രായമായ ചെറുക്കനല്ലേ, നമ്മളത് കണ്ടില്ല കേട്ടില്ലെന്ന് വെക്കണം. അവൻ അവളെ അവിടെ കിടത്തി ഉറക്കിയിരിക്കുന്നു. അച്ഛന്റെ തല്ലേ മോനെ. അതെ അതെ, ഞാൻ അങ്ങനെയല്ലേ നടക്കുന്നു. ഇപ്പോഴല്ല, കല്യാണത്തിന് മുമ്പ്. ആ നേരം പാതിരയായി കിടന്നുറങ്ങി. പാസ്സായ ഉടനെ അവന്റെ കല്യാണം നടത്തണം. അയ്യോ, എന്താണ്? ഒരു രഹസ്യം പറയാൻ വന്നതാ. എന്താണ് നിനക്ക് ഇത്ര വലിയ രഹസ്യം? ചെവിക്ക് ചെവിയൊരു കാര്യം നടക്കണം. വേണമെങ്കിൽ 5 കൊത്തോ തരാം. എന്താച്ചാ പറ. രാമുവിന് എന്താ വിളിച്ചത്? ദാമു? ചവിട്ടി എല്ലാം വിളിച്ചു കളിയും. ദാമു സാറിന് വിളിയടാ. സാറ്. ആ, അങ്ങനെ വിളി. സാറിന് വലിയ വലിയ ആളുകളൊക്കെ ആയിട്ട് പിടിപാടുള്ളതല്ലേ. എന്റെ ഒരു സ്വന്തക്കാരൻ ദുബായിലുണ്ട്. അവൻ എനിക്കൊരു സാധനം കൊണ്ട് തന്നിട്ടുണ്ട്. നമ്മളതൊന്ന് വിൽക്കണം. സാധനം എന്താ? ഒരു വാച്ചാ. വാച്ചോ? വാച്ച് എടുക്കെടുക്കെടുക്ക്. ഇത് നിന്റെ സ്വന്തക്കാരൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതോ അതല്ല നീ ആ സാറിനെ മൂട്ടിച്ചതോ? എന്തോ ആട്ടെ, തനി കാശ് കിട്ടിയാ പോലെ. ആദ്യമൊന്ന് വിറ്റതാ. ആ കയറ് പോലീസ് സ്റ്റേഷനിലേക്ക്. ദുബായിലുണ്ടേ. അടെ മര്യാദയ്ക്ക് വന്നില്ല തൂക്കി കൊണ്ടുപോയി ഞാൻ. ഇരിക്കണവിടെ മിണ്ടല്ലേ. ദുബായില് എന്റെ ഒരു സ്വന്തക്കാരന്റെ വാച്ചല്ലേ. നീ കള്ളനാണല്ലേടാ. ഇവനെ കൊണ്ടുപോയി ഈ പാലമൊക്കെ ഒന്ന് പരിശോധിക്കേ. വേറെയും വല്ലതും കാണും. ഒരു അകത്തേക്ക് പോണം. നീ എന്താടാ ഇവിടെ? ഏമാൻ പോവാൻ പറഞ്ഞില്ല. ഓഹോ, നീ അനുസരണമുള്ളവരല്ലേ? ഒരു തെണ്ടിയെ പിടിച്ച് തന്നെന്ന് കരുതി നീ വലിയ ആളൊന്നും വേണ്ട. പൊയ്ക്കോ. കാലത്തൊരു ഉപകാരം ചെയ്യാൻ പാടില്ല. എന്താടാ? അല്ല ഒന്നുമില്ല, മൂപ്പർ SI നല്ല മനുഷ്യന്ന് പറയാണ്. ഓ, എടാ, നിന്റെ വാച്ച് കിട്ടി. ഇതെവിടുന്ന് കിട്ടി? കുറെ നാളായി ഇവിടെ തിന്നു നടക്കുന്ന ഒരു വെറുതെ കുട്ടിയെയും പെണ്ണിനെയും സംശയിച്ചു. കഷ്ടമായിപ്പോയി മുരളി. അതങ്ങനെയാണ്. മോഷണം പോയാൽ പലരെയും സംശയിച്ച് പിടിക്കും, തെളിയിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ആ, ഞാൻ വരട്ടെ.
രാജി, എന്റെ വാച്ച് കിട്ടി. രാമേട്ടൻ പറഞ്ഞു. സുധാകരനെ തല്ലണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതാരും അവരോട് പറയണമെന്നില്ല. എന്നോട് ക്ഷമിക്കൂ. നിങ്ങളത് പറഞ്ഞാൽ, ഞാൻ ക്ഷമിച്ചാൽ എന്തിനെ ആരോഗ്യത്തോടെ എന്നിട്ട് നടക്കുമോ? എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അതിനെന്റെ അനിയന്റെ ജീവനാണ് വിലയായി കൊടുക്കേണ്ടതെങ്കിൽ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. അവനെ ഡോക്ടറെ കാണിക്കാം. അതിന് നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. ഇതാ, ഇത് വെച്ചോളൂ. മരുന്ന് വാങ്ങാം. സാറേ, ഞാൻ എന്നെ വിറ്റ് അരി വാങ്ങുന്ന ആളാണ്. അത് പോക്കറ്റിലിട്ടോളൂ. ഇനി ഇവിടെ കയറി വരണം തോന്നുമ്പം സാർ ഒരു കാര്യം ഓർക്കണം. ഇവിടെ മുറ്റമടിക്കുന്ന ചൂലുണ്ട്. ഇറങ്ങി പോകണോ? എന്റെ അനിയൻ വിട്ടിട്ട് പോയോടാ. പോലീസ് സ്റ്റേഷൻ. അതെ, ഞാനാണ് മുരളി. മുരളി, വാച്ച് മോഷ്ടിച്ചതിന് പിടിച്ചോണ്ട് പോയ ആ പയ്യൻ മരിച്ചു. ചന്ദ്ര, എന്നെ സസ്പെൻഡ് ചെയ്തു. ശിക്ഷിക്കുന്നത് തന്നെയാണ്. ഞാൻ കാരണമാണ് ആ പയ്യൻ മരിച്ചത്. അല്ല, നീ ഒരു പരാതി തന്നു. ഞാൻ അന്വേഷണം നടത്തിയ രീതി തെറ്റായിപ്പോയി. എന്നെ സസ്പെൻഡ് ചെയ്തതിൽ എനിക്ക് ഖേദമില്ല. ഒരു പോലീസ് ഓഫീസർ ഒരിക്കലും തെറ്റ് ചെയ്യാൻ പാടില്ല. വാച്ച് ആ കുട്ടിയാണ് എടുത്തെന്ന് നീ പറഞ്ഞപ്പോ നിന്നോടുള്ള അടുപ്പം കൊണ്ട് മറിച്ചൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഡിപ്പാർട്ട്മെന്റിന്റെ പേരിന് ഞാൻ കളങ്കമുണ്ടാക്കി. കുറ്റവാളി ഞാനെന്ന വ്യക്തിയാണ്. എന്റെ കുറ്റം ഡിപ്പാർട്ട്മെന്റ് സൽപ്പേരിന് ഒരിക്കലും കളങ്കമുണ്ടാക്കാൻ പാടില്ല. കോടതിയിൽ ഞാൻ കുറ്റം സമ്മതിക്കും. ഞാൻ ചെയ്ത കുറ്റത്തിന് എനിക്ക് കിട്ടാവുന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. എന്നാലും എന്റെ കുഞ്ഞെ, ഇതെന്തൊരു ഇരിപ്പായി ഇരിക്കുന്നത്. എഴുന്നേറ്റ് വന്ന് വല്ലതും കഴിക്കേ. എന്താ ദാമു? 2 കുപ്പി മുന്തിയ ചാരായം വേണം. പുതിയൊരു പാർട്ടിയെ കിട്ടി. വലിയ പണക്കാരാ. ഒറിജിനൊന്നും അടിക്കൂല. നാടൻ ചാരായം മതി. എങ്ങാണ്ട് എന്നെ പോലെ നടന്ന് വലിയ പണക്കാരായിരിക്കും. രാജി, നീ എഴുന്നേൽക്ക്. എനിക്ക് പുതിയ പാർട്ടി നൈറ്റ് ഡ്യൂട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വരുന്നില്ല ദാമോട്ട. അയ്യോന്റെ പൊന്നെ, അങ്ങനെ പറയല്ലേ. ഇത് നെന്തി വയറ്റിപ്പഴപ്പിന്റെ ഇടപാടല്ലേ. സുധാകരൻ മരിച്ചിരുന്നൊക്കെ 5-6 ദിവസമല്ലേ. ഇനി അതിനെ പറ്റി ചിന്തിച്ചിട്ട് എന്താ കാര്യം? മരിച്ചവരോ മരിച്ച്, ജീവിച്ചിരിക്കുന്ന നമുക്ക് വായു മരുന്നില്ലേ. ഇന്ന് ഞാൻ വരുന്നില്ല ദാമോട്ട. ദാമു കേട്ടെത്തി, അവക്കൊരു നൈറ്റ് ഡ്യൂട്ടി സംഘടിപ്പിച്ചിട്ട് അവള് വരുന്നില്ല. 2-3 ദിവസം കൂടെ പോട്ടെ. എന്നാ പോട്ടെ. ഞാൻ വേറെ ആരെങ്കിലും നോക്കാം.
ഇതൊന്ന് ലെവൽ ചെയ്യട്ടെ. നല്ല ഒന്നാന്തരം സാധനമാ. അമ്മേ ഹോട്ടലിൽ കഴിച്ചു കൂടും. എന്നാ ഞാൻ പോട്ടെ. ആട്ടെ. എന്റെ അനിയൻ മരിച്ചുപോയി. ഞാൻ അറിഞ്ഞു. ബാബുവേട്ടൻ ഒന്നും വന്നില്ലല്ലോ. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലും ഞാൻ വരുമായിരുന്നില്ല. വരുന്നത് ശരിയല്ല. ആത്മാർത്ഥതയോടെ എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലായിരുന്നു. നീ ഇവിടെ വരുന്നത് എനിക്ക് ചീത്തപ്പേരായി. അന്ന് അച്ഛൻ കണ്ടു. എനിക്കെന്റെ ജീവിതമാണ് വലുത്. നീ പൊയ്ക്കോളൂ. ഞാൻ പോകുന്നില്ല. ബാബുവേട്ടന്റെ കൂടെ കുറച്ചു സമയം കഴിയുന്നത് എനിക്കൊരാശ്വാസമാണ്. നീ പൊയ്ക്കോളൂ രാജി. ഇല്ല, ഞാനിപ്പോ പോകില്ല. അന്വേഷിപ്പിൻ കണ്ടെത്തി. എത്ര ശരിയാണ്. ഞാൻ നിന്നെ അന്വേഷിച്ചു കണ്ടെത്തി. അളിയാ, ഇവള് നിന്റെ ആവശ്യം കഴിഞ്ഞിരിക്കുകയാണ്. പോടാ. ആ പിന്നെ എന്തോ ദേഷ്യപ്പെടാതിരിക്കുന്നത്? ഇവള് നിന്റെ ഭാര്യ മറ്റാണോ? ആ പിന്നെ ഞാൻ ഇന്ന് നിന്റെ അനുവാദത്തോടു കൂടി ഇവിടെ ഇരുന്ന് ഇപ്പം മദ്യപിക്കാൻ പോവാണ്. എന്റെ അമ്മാവൻ കൊണ്ടുവന്ന് പറ്റുമെങ്കിൽ എന്തിനും നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ക്ലാസ്സില്ലേ? എന്റെ കുപ്പിയോടെ വെളി കളഞ്ഞു. ബ്ലഡി ഫൂൾ എങ്ങോട്ടാണ് കളഞ്ഞത്? ജനാലയ്ക്ക് പുറത്ത്. ചേച്ചേ, നീ ആളൊരു മഹാബോറനാണല്ലോ. ഞാൻ എന്നാ ഇവിടെ കൊണ്ടുപോയിക്കോട്ടെ? നീ ഒന്ന് പോടാ. എടി എഴുതേക്കടി. മനസ്സില്ലെങ്കിലും അതെന്താടി അങ്ങനെ? ഇവിടെ വന്ന് സമ്മതിക്കുകയല്ലോ. എന്റെ കയ്യിലാണെങ്കിൽ നിറയെ പണമുണ്ട്. നമുക്ക് വല്ല ഹോട്ടലിലും പോവാം. ഞാൻ വരുന്നില്ല. സാർ അങ്ങ് പോയാ മതി. അതെന്താടി എന്റെ കൂടെ വന്ന നിന്റെ പാതിവൃത്തി അങ്ങ് നഷ്ടപ്പെട്ടു പോകും. എങ്ങനെയെങ്കിലും ഈ എഴുന്നേക്കടി. വിടടാ, പോടാ. അയ്യോ ബാബുവേട്ടാ, ഡോക്ടറെ വിളിപ്പിക്കണോ? പോടാ. ഇവളെയും കൊണ്ട് പോകാന്ന് കരുതി വന്നതാ. നീ ആ മൂടൊക്കെ നശിപ്പിച്ചു. റാസ്കൽ. എന്താണ് നോയിക്കൊണ്ടിരിക്കുന്നത്? വലിയ പ്രേമല്ലേ? ചെന്ന് കിഴി വെച്ചു കൊടുക്ക്. ബാബുവേട്ടാ, നിന്റെ കഴിവൊന്നും എനിക്ക് കാണണ്ട. ഇറങ്ങി പോകരുത്. ഞാൻ ചൂട് വെച്ചു തരട്ടെ? എല്ലാം കൊള്ളിച്ച് ചൂട് വയ്ക്കാൻ വന്നിരിക്കുന്നു. ഇറങ്ങി പോടി. രാജി, എന്ത് വേണം? എന്നോട് ക്ഷമിക്കൂ. ക്ഷമിക്കാനോ? നിങ്ങളാണ് എന്റെ അനിയനെ കൊന്നത്. സൗകര്യം കിട്ടിയാൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. ഇതൊക്കെ
ആരൊക്കെയോ നിന്നെപ്പറ്റി എനിക്കെഴുതിയ കത്തുകളാണ്. അവരുടെ ആത്മാർത്ഥതയെ ഞാൻ മാനിക്കുന്നില്ല. പക്ഷെ ഇതിലെന്തെങ്കിലും സത്യം ഇല്ലാതിരിക്കില്ല. ഒരു പെണ്ണ് ഞാൻ താമസിക്കുന്നിടത്ത് വരാറുണ്ട്. അത് സത്യമാണ്. മറ്റെല്ലാം കള്ളമാണ് സാർ. നീ ഈ കോളേജിലെ ഏറ്റവും നല്ല സ്റ്റുഡന്റാണ്. എന്തിനിങ്ങനെ ചീത്തപ്പേരുണ്ടാക്കുന്നു? നിനക്ക് അവളുമായി ബന്ധമൊന്നുമില്ലെങ്കിൽ അവളോടവൾ വരരുതെന്ന് പറഞ്ഞുകൂടെ? ഞാൻ പറഞ്ഞു സാർ, അവൾ അനുസരിക്കില്ല. എങ്കിൽ ഇനി അവളോട് വരുമ്പോ അടിച്ചിറക്കണം. ഇത് നിന്റെ വ്യക്തിപരമായ പ്രശ്നമാണെന്ന് നിനക്ക് പറയാൻ കഴിയും. പ്രിൻസിപ്പാൾ എന്ന നിലയ്ക്കല്ല ഞാൻ നിന്നെ ഉപദേശിക്കുന്നത്. നിന്റെ അച്ഛന്റെ സ്നേഹിതനെന്ന നിലയ്ക്കാണ്. നിന്റെ കുടുംബത്തിനും ഈ കോളേജിനും നീ ചീത്തപ്പേരുണ്ടാക്കരുത്. ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പ് കൊണ്ട് ഇതൊരു നിസ്സാര കാര്യമാണെന്ന് നിനക്ക് തോന്നും. പക്ഷേ ഇത് നിന്റെ ഭാവിയെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും. സൂക്ഷിക്കുക. പൊയ്ക്കോ. നീ കുറച്ച് കുടിയടി. വേണ്ട. അതെന്താ? ഞാൻ കുടിച്ച നീ കൂടി കുടിക്കണ വഴി കുടിക്കടി. എനിക്ക് വേണ്ട, നിങ്ങൾ കുടിച്ചോളൂ. നീ എന്താ കുടിക്കാത്തത്? എനിക്ക് വേണ്ടഞ്ഞിട്ട്. എന്നാ നിനക്ക് കൂടി ഞാൻ കുടിക്കാറി. നിങ്ങളിപ്പോ എന്നെ എത്ര പ്രാവശ്യം എടിയെന്ന് വിളിച്ചു? 1000 പ്രാവശ്യം. ഇനിയും വിളി. അതിനാണ് ഈ പണം തരുന്നത്. പോടാ നിന്റെ പണം. പിണങ്ങാതെ. എടിയെന്ന് വിളിക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ വിളിക്കില്ല. നിന്റെ പേര് വിളി. ഇതാണ് വ്യത്യാസം. നിങ്ങളുടെ ഭാര്യ അല്പമൊന്ന് മുഖം കറുപ്പിച്ചാൽ നിങ്ങളുടെ കൈ അപ്പ അവളുടെ പുറത്ത് വീഴില്ലേ? ഞങ്ങൾ എടാന്ന് വിളിച്ചാലും പോടാന്ന് പറഞ്ഞാലും നിങ്ങളെപ്പോലുള്ളവർക്ക് പരിഭവം പോലും ഇല്ല. ഓ, നീ എന്തൊക്കെയോ പറയുന്നു. അയ്യോ, പോലീസ്! എവിടെയാ നിന്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണ്? എവിടെയാ? നടക്കടാ. നീ എന്തിനോട് വന്നു? എല്ലായിടത്തും പോലീസ് റെയ്ഡ്. എന്നെ പോലെയുള്ളവരെ പിടിച്ചുകൊണ്ട് പോകുന്നു. നീ ഇറങ്ങിപ്പോകും. എന്നെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകും ബാബോട്ടാ. നിന്നോട് ഇവിടുന്ന് ഇറങ്ങി പോകാനാണ് പറഞ്ഞത്. ഞാൻ പോകില്ല. നീ പോകുന്നതാണ് നല്ലത്. ഇന്ന് രാത്രി എവിടെ ഇറക്കി വിടരുത് ബാബോട്ടാ. നീ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, ഞാൻ പോകില്ല. ഹലോ, പോലീസ് സ്റ്റേഷൻ? അതെ, സ്ഥലം മനസ്സിലായി. ഞങ്ങൾ ഉടനെ അവിടെ എത്താം. എക്സ്ക്യൂസ് മീ, നിങ്ങളാണോ ബാബു? അതെ. നിങ്ങളല്ലേ ഫോൺ ചെയ്തത്? അതെ. എന്നിട്ടാ പെണ്ണെവിടെ? അകത്തുണ്ട്. ഇവിടെ വാടി. നിന്റെ കൂട്ടുകാരൊക്കെ അകത്തായിട്ടുണ്ട്. ഈ മനുഷ്യൻ എന്തിനാ നീ ചെയ്യുന്നത്? നടക്കണേ. താങ്ക് യു. എന്നാലും എന്റെ ദാമു അവക്ക് പറ്റിയല്ലോ. അതൊക്കെ ഈ തൊഴിലുള്ളതാ ചേട്ടത്തി. അവളെ അവർ ഉപദ്രവിക്കുമോ? ഉപദ്രവിച്ചെന്നും പറയാൻ ഇല്ലെന്നത്. ഇവിടെ ഒരു രാജി അവിടെ പോയി. അവളെ ഇവിടെ ഇല്ല. കള്ളം പറയരുത്. എനിക്ക് ഇപ്പൊ അവളെ വേണം. അവളെ വേണമെന്ന് പറഞ്ഞാൽ അവൾ ഇവിടെ വേണ്ടേ? എവിടെ പോയി? അവളെ പോലീസുകാർ പൊക്കി. എപ്പോ? ഇന്നലെ രാത്രി. എന്നിട്ട് അവളെ വിളിക്കാൻ താൻ ഒന്നും ചെയ്തില്ലേ? മുന്തിയ കോളായിപ്പോയി. ഞാൻ അങ്ങോട്ട് ചെന്നാൽ അവരെ എന്നെയും പിടിച്ചകത്താക്കും. തള്ളെ നിങ്ങൾക്ക് പോയി അന്വേഷിച്ചുകൂടായിരുന്നു? എന്റെ സാറേ, എന്റെ ബിസിനസ് മറ്റേതാ. സാറിന് അറിയാമല്ലോ. കള്ളവാറ്റി. എനിക്ക് അവളെ പറ്റി അങ്ങോട്ട് ചെല്ലാൻ ഒക്കൂ. യൂസ്ലെസ് ഫെല്ലോ. അവളെ വേണം. അവൾക്ക് ഒരാപത്ത് വന്നപ്പോ ആരുമില്ല. എടാ ദാമുവേ, എന്ത്? ഈ സാറിന് എന്താടാ ഭ്രാന്താണോ? അയ്യോ, നല്ലവനാണ് ചേട്ടത്തി. ഇഷ്ടം പോലെ കുടിക്കും. ദിവസം ഒരു പെണ്ണും വേണം.
കഷ്ടപ്പാട് കണ്ടാലിന്ന് മനസ്സാ. വ്യഭിചാര കുറ്റത്തിനാണ് അവൾ അറസ്റ്റ് ചെയ്തത്. വിട്ടയക്കാൻ സാധ്യമല്ല. ആ പെണ്ണിനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയത് കൊണ്ട് ഈ ലോകത്ത് വ്യഭിചാരം ഇല്ലാതാകും. മറ്റുള്ളവർക്കൊരു ഭയമെങ്കിലും കാണുമല്ലോ. ഭയന്നുകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ ഭയമില്ലാതെ ചെയ്യുന്നത്. വ്യഭിചരിക്കുന്നത് തെറ്റാണെങ്കിൽ അതിലിടപെടുന്ന പുരുഷനും സ്ത്രീയും തെറ്റുകാരാണ്. ഞാൻ അവളെ കിട്ടുന്നതല്ല, ഞാൻ അവളെ തെരഞ്ഞു പിടിച്ച് പണം കൊടുത്ത് കൂട്ടിക്കൊണ്ടുപോയതാണ്. അതിന് നിങ്ങൾ എന്നെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? തെളിവുണ്ടെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യും. എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. ഇന്ന് കോടതി അവധിയാണ്. നാളെ ഞങ്ങൾ അവിടെ കോടതിയിൽ ഹാജരാക്കും. അവളെ ശിക്ഷിക്കണമോ വിട്ടയക്കണമെന്ന് കോടതി തീരുമാനിക്കട്ടെ. നിങ്ങൾക്ക് പോവാം. ഞാൻ അവൾ വിടുകയില്ല. ഞാൻ നിയമം പഠിച്ചിട്ടില്ലെങ്കിലും അതെന്താണെന്ന് എനിക്കറിയാം. അവളെ ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് ഞാൻ നോക്കട്ടെ. കുട്ടമ്പിള്ളേ, രാജമ്മ എന്ന് പറയുന്ന ആ പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ. രാജമ്മേ, നിയമം വിളിക്കുന്നു. വാ. നിന്നോട് സ്നേഹമുള്ള ആളുകൾ ഉണ്ടോടി? ഇതിൽ ഒപ്പിട്ടിട്ട് നിനക്ക് പോവാം. സമൻസ് വരുമ്പോൾ കോടതി ഹാജരായാൽ മതി. താങ്ക് യു. ശരി, ഞാൻ വരാം. വാ. പിന്നെ എന്താണ്? ശരി. സാർ, വലിയ ഉപകാരമാണ് നിങ്ങൾ ചെയ്തത്. പോടി, ആർക്ക് വേണം നിന്റെ നന്ദി? എനിക്ക് സുഖമില്ല, എന്നാലും ഞാൻ കൂടെ വരാം. ഓഹോ, അതിനാണ് നിന്നെ ഞാൻ ജാമ്യത്തിൽ ഇറക്കിയെന്നാണ് വിചാരം. നീ പോയി ഒരു ഡോക്ടറെ കാണും. പണം വല്ലതും വേണം? വേണ്ട. നീ പോകുന്ന പോക്കില് നിന്റെ കാമുകനല്ലേ നിന്നെ പോലീസിൽ പിടിച്ച് ഏൽപ്പിച്ചവൻ, അവനെ ചെന്ന് കണ്ട് നിന്റെ ഓ ചെരുപ്പില്ല അല്ലേ? ഇതാ വാങ്ങിച്ചത്. അത് ഊരി അവന്റെ കരണക്കുറ്റിക്ക് രണ്ടു കൂടെ പോടി. പോ. ബാബുവേട്ട, എന്നെ പോലീസിന് പിടിച്ചു കൊടുത്തു അല്ലേ? എന്നിട്ട് എന്ത് നേടി? എന്നോടത് ചെയ്യരുതായിരുന്നു. ഞാൻ ബാബുവേട്ടനെ സ്നേഹിച്ചതിന് ഇത്രയും കടുത്ത ശിക്ഷ എനിക്ക് വാങ്ങിത്തരണമായിരുന്നു. എന്നോട് ക്ഷമിക്കൂ. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം. ഇനി ഒരിക്കലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഞാൻ പറയില്ല. ബാബുവേട്ടനെ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി ഇതിലും വലിയ ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. നമ്മളെ കാണുന്നത് പോലല്ല മനുഷ്യർ. ചീത്തയാണെന്ന് കരുതുന്നവരിലും നല്ലവരുണ്ട്. ജയൻ സാർ കൊള്ളരുതാത്തവനാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അയാളാണ് എന്നെ ജാമ്യത്തിൽ വിടിയിച്ചത്. ഞാൻ പോട്ടെ? വേണ്ട, നീ ഇപ്പൊ പോണ്ട. അച്ഛാ, മരുന്ന് കുടിക്കാൻ സമയമായി. പിന്നെ കുടിക്കാൻ മോളെ. അച്ഛന് തോന്നുമ്പോഴാണ് മരുന്ന് കുടിക്കുന്നത്. കുടിക്കച്ചാ. എനിക്കൊരു ചെറിയ പനി വന്നതിന് നീ കിടന്ന് വെള്ളം കാണിക്കുന്നത് എന്തിനാ? ചെറിയ പനിയോ? ഇന്നിവിടെ കിടന്ന് തുള്ളിയല്ലായിരുന്നോ? കുടിക്കച്ചാ. വളരെ അമ്മാവൻ ഒരു കപ്പ് കാപ്പി വേണം. തനിക്കെന്ത് പറ്റി? ഒരു പനി, സാരമില്ല. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ആ ഭാസ്കരപിള്ളി ആയിട്ടുള്ള കേസ് തോറ്റുമല്ലേ? ആ, അത് തോറ്റു. ഇനി അപ്പീലിന് പോണം. അപ്പീൽ പോയാ ഇനിയും കുറെ പണം ചെലവാക്കാം. ബാബുവിന്റെ എഴുത്തുമല്ലേ വന്നു? ആ, ഇന്നലെ ഒരു എഴുത്തുണ്ടായിരുന്നു. അവനൊന്ന് പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ ഇവളെ പിടിച്ച് അവന്റെ കയ്യിലേൽപ്പിക്കണം. പിന്നെ എന്റെ ബാധ്യത കഴിഞ്ഞു. രാജി, ഇതെന്റെ ഒരു ചെറിയ സമ്മാനമാണ്.
ദയവായി സ്വീകരിക്കൂ, എന്നോട് ക്ഷമിക്കൂ. മറിയിച്ചെടുത്തി. ആ എന്താ, ഇന്നലെ രാത്രി ആരെങ്കിലും ഇവിടെ വന്നിരുന്നു? ഇല്ല. ഇതെന്താടി, സാരിയോ? ഇത് എപ്പോ വാങ്ങിച്ചു? വാങ്ങിച്ചില്ല, ആ സാറ് ജനാലയ്ക്ക് കൂടി കൊണ്ടുവന്നിട്ടതാണ്. നീ ഭാഗ്യമുള്ളവളാടി. നീ ഇതെവിടെ പോവാ? ഞാൻ ഇപ്പൊ വരാം. ആ സാർ ഇവിടെ ഇല്ലേ? ചന്ദ്രൻ സാറ് ഒന്ന് വിളിക്കൂ. സാറകത്തുണ്ട്. ചന്ദ്രൻ സാറേ, സാറിനെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ഇത് നിങ്ങളാണ് എന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടത്? എന്റെ അനിയനെ കൊന്നത് പോരാഞ്ഞിട്ട് എന്നോട് പ്രേമമാണല്ലേ? എനിക്ക് സാരി വാങ്ങിത്തരാൻ ഞാൻ തന്നെ ആരാണ്? ഇത് കൊണ്ടുപോയി എന്റെ മറ്റാക്ക് കൊടുക്ക്. എന്റെ വീട്ടിൽ മുറ്റമടിക്കുന്ന ചൂലുണ്ടെന്ന് ഞാൻ ഒരിക്കൽ തന്നോട് പറഞ്ഞു. അതിപ്പോഴും അവിടെ ഉണ്ട്. സാറ് സാറല്ലാതെ വല്ലവരും ഇവളോടാണല്ലേ? നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ? സാരി ഒന്ന് അവര് പോണം. അല്ല, പെണ്ണി പിടിക്കാൻ പോയി തോന്നുന്നു എന്റെ പുറത്താ കുതിര കയറാൻ വരുന്നേ. അവൾ ഇവിടെ കാശിന് പറ്റ, അവളെ വായിന്നാ കേട്ടത്. നീ ഇങ്ങനെ പോയി തൂങ്ങിച്ചാകുന്നതാണല്ലോ. എന്താ ഒരുക്കം? എങ്ങോട്ടോ പുറപ്പെടാൻ പോകുന്ന പോലെ. ഒരാഴ്ച കോളേജ് അവധിയാണ്, വീട്ടിലൊന്ന് പോകാന്ന് കരുതി. അപ്പോ ഞാൻ ഇനി ഒരാഴ്ച കാത്തിരിക്കണം. എന്തിന്? ഒന്ന് കാണാൻ. എനിക്ക് പ്രേമമായി പോയി ബാബുട്ട, ഭയങ്കരമായ പ്രേമം. ആരോട്? നിങ്ങളോട് തന്നെ, അല്ലാതെ ആരെയാണ് ഞാൻ പ്രേമിക്കുക? ഞാൻ സുന്ദരിയാണല്ലേ? എടോ, എന്നെ തുടരുത്. തൊട്ടാൽ ഞാൻ എന്താണെന്ന് താൻ അറിയും. എഴുന്നേൽക്കൂ, എഴുന്നേൽക്കാൻ. താൻ എന്റെ അനിയനെ കൊന്നവനാണ്. തന്നോട് എനിക്ക് ഇങ്ങനെ പ്രതികാരം ചെയ്യാൻ കഴിയൂ? ഞാനൊരു തേപിടിശാവിന്റെ മഹത്വം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ എനിക്ക് തന്നോട് പകരം വീട്ടാൻ കഴിയുമായിരുന്നില്ലല്ലോ. എന്നെ ആഗ്രഹിച്ചിട്ടുള്ള എല്ലാവരുടെയും കൂടെ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. തന്റെ കൂടെ മാത്രം ഞാൻ ഒരിക്കലും അതിന് തയ്യാറാവില്ല. രാജി, എന്നോട് ക്ഷമിക്കൂ. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ലോകാരംഭം കൊണ്ടുള്ള എല്ലാ തെറ്റുകളും മനുഷ്യനെ ഒറ്റ വാക്കുകൊണ്ട് മായ്ച്ചു കളയുന്നു. ക്ഷമിക്കൂ എന്ന വാക്ക് പഠിച്ചാൽ മതി, ആർക്കും എന്തു തെറ്റും ചെയ്യാം. തന്നോട് ഞാൻ ക്ഷമിക്കില്ല. ഞാൻ പോകുന്നു. എന്റെ കൂടെ വരുന്നോ? ഏട്ടാ, ഇവിടെ കടപ്പുറം വരെ. ഞാൻ വരാം. എന്നാ വാ. ഞാൻ പോകുന്നു. അങ്ങനെ പോയാലോ? രാജി, രാജി,
ഭയപ്പാടൊന്നുമില്ല. പറയിച്ചേർത്തി എന്താ ബാബു? രാജിയോടെ പോയി. അവള് വന്നില്ല. വന്നില്ലേ? ആ, ഇത്ര നേരമായിട്ടും പിന്നെ അവളോട് പോയി. രാജി ആശുപത്രിയിലാണ്. ഇന്നലെ രാത്രി കടപ്പുറത്ത് വെച്ച് 4-5 പേര് അവളെ ഞാനെടുത്ത് ആശുപത്രിയിലാക്കി. ഏതാശുപത്രിയില സാറേ? റീത്ത നഴ്സിംഗ് ഹോമിൽ. പേടിക്കാനൊന്നുമില്ല, കുറെ ദിവസം അവിടെ കിടക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. മകച്ചേർത്തി വേറെ ആരുമില്ല, ഇയാളെ ഞാൻ ഇന്നലെ അവളെ ഇയാളെടുത്തല്ലേ കൊണ്ടുപോയത്. അല്ല പിന്നെ വേറെ ആരും ഏതാണ്ട് ചെയ്തേന് ഇയാളെന്താ ആശുപത്രി കൊണ്ടുപോകുന്നേ? ഒരു പരേവകാരി നടക്കുന്നു. അവക്കൊരു മാർക്കറ്റുള്ള സമയമായിരുന്നു, ഇപ്പോഴാണിത്. അയാൾ ആ ചെറുക്കനെ കൊന്നു. ഇപ്പത്തെ എവിടെ ആശുപത്രിയിലാക്കി. എന്റെ കർത്താവെ, ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടല്ലോ. മകച്ചേർത്തി കരി കൊടുത്തതാ. അവിടെ ഇരുന്നോട്ടെ. ശൃംഗരിക്കാൻ വന്നിരിക്കുന്നു. ഇപ്പോഴെങ്ങനുണ്ട്? വിശേഷം വല്ലതും ഉണ്ടോ? ഇല്ല. ഇന്നലെ രാത്രി നിനക്ക് തീരെ ബോധമില്ലായിരുന്നു. വെളുപ്പിനെ നേഴ്സ് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. സാറാണ് എന്നെ ഇന്നലെ ഇവിടെ കൊണ്ട് കിടത്തിയതെന്ന്. ആരോ ഒരാൾ ചെയ്യേണ്ടത് ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. അല്ല, ആരും ചെയ്യാത്തതാണ് സാറ് ചെയ്തത്. കുടിക്കൂ. സാറ് എന്നോട് ക്ഷമിക്കുമോ? നീയാണ് എന്നോട് ക്ഷമിക്കേണ്ടത്. പകരം ചോദിക്കാൻ ഞാൻ ആശിച്ചു. ഞാൻ തോറ്റുപോയി. ഇത് വെച്ചോളൂ. വേണ്ട. ഇതൊരിക്കലും ഒരു ബാധ്യതയാവില്ല. മറിയച്ചേടത്തിയോടും ദാമുവിനോടും വിവരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയിട്ട് വൈകിട്ട് വരാം. കഴിക്കും മോനെ. മതിയമ്മേ. ഒന്നൂടെ. ബാബു, നീ ദാമോദരന്റെ വീട് വരുമെന്ന് പോകാച്ച. എന്റെ മോനെ, രാധയ്ക്ക് നീയെന്ന് വെച്ചാ ജീവനാ. ഇവനും അവളെ അതുപോലെ കരുതിയാ മതിയായിരുന്നു. പഠിക്കുന്ന കാലം മുതലേ ഞാനും ദാമോദരനും വലിയ സുഹൃത്തുക്കളായിരുന്നു. രാധയെ ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഞങ്ങളെ ശത്രുക്കളാക്കാതിരുന്ന കൊള്ളാം. നിങ്ങൾക്ക് നല്ലത് വല്ലതും പറഞ്ഞുകൂടെ? നിന്റെ മകന്റെ സ്വഭാവമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. മോനെ, അച്ഛനന്ന് നിന്നെ കാണാൻ വന്നിട്ട് എന്തൊക്കെയോ വന്ന് പറഞ്ഞു. അതിൽ വല്ല വാസ്തവമുണ്ടോ? ഒന്നുമില്ലമ്മേ, അച്ഛൻ വെറുതെ തെറ്റിദ്ധരിച്ചതാണ്. എന്റെ മോൻ തോന്നിയാസ് ഒന്നും കാണിച്ചേക്കല്ലേ. വീട്ടിൽ വിശേഷം വല്ല ഉണ്ടോ മോളെ? ഒന്നില്ല അമ്മായി. അമ്മായി ഒന്ന് കണ്ടിട്ട് പോന്നിട്ട് വന്നതാ. പോടി കള്ളി, നീ ബാബു വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു വന്നതല്ലേ? പ്രസാദം. നീ എന്തിനാടി കള്ളം പറയുന്നത്? ആ ചരൻ സാറ് തന്നെയല്ലേ ആള്? അയ്യോ മകരെ ചേട്ടത്തി, അയാളല്ല. കടപ്പുറത്ത് 4-5 പേർ. ഞാൻ പറഞ്ഞത് സത്യമാണ്. സത്യം. ഒരു വിശേഷം അറിഞ്ഞോ? നമ്മുടെ അടുത്ത വീട്ടിലെ പെണ്ണ് ആശുപത്രിയിലായി. രാജീവ്, എന്താ അസുഖം? നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ രാത്രിയിൽ അവളെ ഒരിടത്ത് വിളിച്ചു വരുത്തി. കൂട്ടത്തിൽ ആരൊക്കെയോ ഉണ്ടായിരിക്കുമെന്ന് വെച്ചോ, 4-5 പേരുണ്ടായിരുന്നേക്കാം. അവൾ ആശുപത്രിയിലായി. ആരാണ് സാറേ ആള്? നമ്മൾ ചന്ദ്ര സാറ്. അല്ലാതാരാ? ചന്ദ്രൻ സാറാള് മോശമല്ലല്ലോ. ഇപ്പോഴെങ്ങനെയുണ്ട്? ഇപ്പൊ എനിക്കൊന്നുമില്ല. വെറുതെ എത്ര സമയം ഇങ്ങനെ കഴിച്ചുകൂടുക? ഇത് വായിച്ചോ. ഡോക്ടറോട് ചോദിച്ചിരുന്നെങ്കിൽ പോകാമായിരുന്നു. പോകാൻ സമയമാകുമ്പോ ഡോക്ടർ പറഞ്ഞോളൂ. ഇവിടെ കിടന്നാൽ ഒരുപാട് പണമാകില്ലേ? സാരമില്ല, ഞാൻ കൊടുത്തോളാം. ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. നീ ഇന്നലെ അല്ല, നീ എവിടെയായിരുന്നടാ? നിന്നെ കോളേജിലും കാണാറില്ലല്ലോ. ഞാൻ എവിടെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല ബാബു. എന്റെ രാവുകളും പകലുകളും മദ്യത്തിൽ മുങ്ങി മരിച്ചു പോകുന്നു. ഓ, കവിതയാണല്ലോ. ആ, കുറേശ്ശാദം വേണമല്ലോ.
അന്നൊരു ദിവസം ഞാൻ നിന്നെ അന്വേഷിച്ച് വന്നിരുന്നു. നീ രാജിയെ പോലീസിൽ ഏൽപ്പിച്ചില്ലേ? അതിന്റെ പിറ്റേ ദിവസം നീ വീട് പൂട്ടി എവിടെയോ പോയിരിക്കുകയായിരുന്നു. അന്ന് ഞാൻ വന്നത് നിന്റെ ചെവിക്കുറ്റി നോക്കി 2 തരാനായിട്ടാണ്. ഇപ്പൊ ഞാൻ വന്നത് അതിനല്ല. പലപ്പോഴായി ഞാൻ നിന്റെ കയ്യിൽ നിന്ന് കുറെ രൂപ കടം വാങ്ങിയിട്ടുണ്ട്. അത് തരാനായിട്ടാണ്. ഇതാ 340 രൂപയുണ്ട്. ബാബു, ഡോക്ടർ പറയുന്നു എന്റെ ലിവർ ദ്രവിച്ചു പോയി. നിനക്ക് ഈ കുടിയെ നിർത്തിക്കൂടെ? അല്ലെങ്കിൽ ചാത്തുപോകും. ചാകട്ടട. ഞാൻ മരിച്ചാൽ കരയാൻ ആരുമില്ല. തലയ്ക്ക് സുഖമില്ലാതെ ഭ്രാന്താശുപത്രിയിൽ ചങ്ങലക്കിട്ടിരിക്കുന്ന ഒരു അച്ഛൻ. ഞാൻ മരിച്ചു എന്ന് കേട്ടാൽ എന്റെ അച്ഛൻ പൊട്ടിച്ചിരിക്കും. ഒരുപാട് സ്വത്തുക്കൾ, അത് മുഴുവൻ കൈക്കലാക്കാൻ സാധ്യമില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്ന ഒരു കാര്യസ്ഥൻ. അവനെങ്കിലും രക്ഷപ്പെടട്ടെ. ഞാൻ പോകുന്നു. എവിടെ പോകുന്നു? ഞാനും വരാം. നീ വരണ്ട, ഞാൻ ലിക്കർ ഷോപ്പിലേക്കാണ്. എന്ന് വന്നു? 2-3 ദിവസമായി. നീ എവിടെയായിരുന്നു? ഒരു നഴ്സിംഗ് ഹോമിൽ. എന്താണ് അസുഖം? ഒരാൾ എന്നെ വിളിച്ചുകൊണ്ട് പോയി. കടപ്പുറത്ത് ചെന്നപ്പം അവർ 5-6 പേരുണ്ടായിരുന്നു. അവരെന്നെ ബലം പ്രയോഗിച്ച് എന്റെ അനിയനെ പോലീസിൽ ഏൽപ്പിച്ചില്ലേ? ആ സാറാണ് എന്നെ എടുത്തു കൊണ്ടുപോയി നഴ്സിംഗ് ഹോമിൽ കിടത്തിയത്. അയാൾ ഒരുപാട് പണം ചെലവാക്കി. വീണ്ടും ഒരു നല്ല മനുഷ്യനെ കണ്ടുമുട്ടി. അയാളല്ലേ നിന്റെ അനിയനെ? അയാൾ നല്ല മനുഷ്യനാണോ? അയാൾ എന്റെ അനിയനെ തെറ്റിദ്ധരിച്ചു. നിനക്ക് ഇത്ര പെട്ടെന്ന് അയാളോട് ക്ഷമിക്കാൻ കഴിഞ്ഞു? ബാബുട്ടാ, മനുഷ്യരാരും ചീത്തയല്ലെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. ആ വീട്ടിലെല്ലാവർക്കും സുന്ദരനല്ലേ? ബാബുട്ടന്റെ പെണ്ണെന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. കെട്ടിപ്പിടിച്ച് രൂപ കൊടുത്തില്ലേ? കല്യാണം കഴിക്കാതെ ആനങ്ങോട്ട് ചെന്നേച്ചാ മതി, അവളുടെ അച്ഛനെ ശരിപ്പെടുത്തും. ഇതൊക്കെ അച്ഛന്റെ അമ്മയുടെ അനുവാദം വാങ്ങിയിട്ടാണോ ആരെങ്കിലും ചെയ്യുന്നത്? ബാബുട്ടിന് പ്രേമിക്കാൻ അറിഞ്ഞുകൂടാ. നീ ദിവസം ഓരോരുത്തരെ പ്രേമിക്കുന്നുണ്ടല്ലോ, അത് മതി. അതിന്റെ തൊഴിലല്ലേ? ഇനിയും കുറെ നാളത്തേക്ക് ഒന്നും പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നിങ്ങൾ ആരാണ്? ഞാൻ ഗവൺമെന്റ് ആശുപത്രിയിലെ വാച്ചറാണ്. എന്താ വേണ്ടത്? ജയൻ എന്നൊരാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. സാറിന് വിവരം അറിയിക്കാൻ പറഞ്ഞു. എന്താണ് അസുഖം? കുടിച്ച് ബോധമില്ലാതെ ചോര ഛർദ്ദിച്ച് റോഡിൽ കിടന്നു. ആരും എടുത്തുകൊണ്ടെന്ന് ആശുപത്രിയിലാക്കി. നിങ്ങൾ പൊയ്ക്കോളൂ. നീ ഇവനെ തല്ലിയില്ല അല്ലേ? പിന്നെയും നിനക്ക് ഇവനോട് പ്രേമം. കൊള്ളാം, നടക്കട്ടെ. നിനക്ക് എന്ത് പറ്റി? ഇതാ, എനിക്ക് ലിവർ എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ലെന്നാണ് എക്സ്റേ റിപ്പോർട്ട് പറയുന്നത്. കുടിച്ചിട്ടാണ്. നിനക്ക് കുടി നിർത്തിക്കൂടെ? നിർത്താനൊന്നുമില്ല. കൂടിയാൽ 2-3 ദിവസം, അത്രേ ഉള്ളൂ ഇനി എന്റെ ജീവിതം. നീ എന്തിനാടി കരയുന്നത്? ഞാൻ നിന്നോട് ഒരിക്കലും നല്ല രീതിയിൽ പെരുമാറിയിട്ടില്ല. എന്നിട്ടും നീ എനിക്ക് വേണ്ടി കരയുന്നു. നീ നല്ലവനാണ്. ഈ ജീവിതത്തിൽ നിന്ന് രക്ഷിക്കുമായിരുന്നു. പക്ഷേ എന്റെ ജീവിതം അവസാനിക്കാറായി. ഡോക്ടർ എന്ത് പറഞ്ഞു? സുഖപ്പെടുമെന്ന്. ഞാൻ വരുന്നതിന് മുമ്പ്
ഈ ബെഡിൽ കിടന്ന് മരിച്ച രോഗിയോടും ഡോക്ടർ അത് തന്നെ പറഞ്ഞിരിക്കണം. ഇതാ ജയൻ എക്സ്പയർഡ് ബാബു. ജയൻ, നീ പരിഭ്രമിക്കാതെ. എന്റെ അമ്മാവനുള്ളതാണ് ആ ടെലഗ്രാം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ അതയക്കണം. ഡേറ്റ് മാത്രം വെച്ചാൽ മതി. എന്റെ ശവസംസ്കാരത്തിന് അമ്മാവന് വരാൻ കഴിയില്ല, എന്നാലും അറിയിച്ചേക്കൂ. അച്ഛൻ ഭ്രാന്താസ്പത്രിയിലാണ്. അറിയിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇതെന്റെ സ്വത്തുക്കൾ നോക്കുന്ന കാര്യസ്ഥന്റെ അഡ്രസ്. വിവരത്തിന് നീ അയാൾക്ക് എഴുതിയേക്കൂ. ഇവിടെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പക്ഷേ നിനക്ക് മാത്രമേ എന്നോട് ആത്മാർത്ഥതയുള്ളൂ. അതുകൊണ്ട് നീ വേണം എന്റെ ശവസംസ്കാരം നടത്താൻ. ഈ തുക അതിനുള്ളതാണ്. വാങ്ങ. സാർ എത്തുന്നു. രാജി, സാറോ എന്താ അവിടെ നിൽക്കുന്നു? അവിടെ മുറ്റമടിക്കുന്ന ചൂലില്ലേ? വരൂ. എന്താ വിശേഷം? എനിക്ക് സ്ഥലം മാറ്റത്തിനുള്ള ഓർഡർ വന്നു. 23-ാം തീയതി എനിക്കിവിടെ എത്തണം. 2-3 ദിവസം നേരത്തെ പുറപ്പെടാമെന്ന് കരുതുന്നു. പോകുന്നതിന് മുമ്പ് കാണാം. ഞാൻ വരട്ടെ? പോട്ടടി, എല്ലാരും മരിക്കും. അയാളുടെ സമയമെടുത്തു. കർത്താവ് അയാളെ അങ്ങ് വിളിച്ചു. അതിന് നീ ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്ത് ചെയ്യാന്? നിന്റെ അനിയൻ മരിച്ചിട്ട് നീ സഹിച്ചില്ലേ? ദാ ഈ ചായ കുടിക്കും. കുടിക്കും കുഞ്ഞേ. ഞാനിപ്പോ വരാൻ ചേട്ടത്തി. നീ അങ്ങോട്ട് പോവാ? ലോഡ്ജ് വരെ ചന്ദ്രൻ സാറിനെ ഒന്ന് കാണണം. ആ, ഞാൻ രാജിയെ വിളിപ്പിക്കാൻ ഇരിക്കുകയായിരുന്നു. എന്താ സാർ? ദാ ഇതെല്ലാം നിനക്കാ. എനിക്കെന്തിനാണ് സാർ? ഞാനിതിവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതിനേക്കാൾ നല്ലതല്ലേ നീ കൊണ്ടുപോകുന്നത്? ദാ ഇത് പൊതിഞ്ഞെടുത്തോളൂ. ഇനി നിനക്ക് തരാനായി എന്റെ കയ്യിൽ ഒന്നുമില്ല. ഉണ്ട് സാറേ. അന്ന് എനിക്ക് തന്നില്ലേ ആ സാരി? ഞാനത് സാറിന്റെ മുട്ട് വലിച്ചെറിഞ്ഞു. അതെനിക്ക് തിരിച്ചു തരുമോ? ചോദിക്കാൻ എനിക്ക് അവകാശമില്ല, എങ്കിലും ചോദിക്കുന്നു. അതെനിക്ക് തിരിച്ചു തരൂ.
എന്തിനാ കരയുന്നത്? കരയാതെ. സാർ നാളെ രാവിലെ പോവുകയല്ലേ? ഇന്ന് രാത്രി എങ്ങും പോകരുത്. ഇവിടെ കാണണം. ഞാൻ വരും. നല്ല സമയത്ത് തന്നെ ഞാൻ വന്നു കയറി. നാളെ കേസിന്റെ വിധി പറയുക. കോടതിയിൽ നിന്ന് വരുന്ന വഴി ബാബുവിന്റെ അവിടെ ഒന്ന് കയറാൻ ഉദ്ദേശിച്ചു. എന്നാ നമുക്ക് ഒരുമിച്ച് പോവാം. ഓ, ഒരു കാര്യം ചെയ്യാം. ആ. പോകുമ്പോ രാധയെ കൂടെ കൊണ്ടുപോവാം. അവളും അവിടെയൊക്കെ ഒന്ന് കണ്ടോട്ടെ. ശരി, അവളും പോരട്ടെ. ആ. എന്താ രാവിലെ തന്നെ? ഇവിടെ വരാൻ സമയവും കാലവും ഒക്കെ ഉണ്ടോ? ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാനൊരാളെ യാത്ര അയക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു. ആര്? എന്റെ അനിയനെ പോലീസിൽ ഏൽപ്പിച്ചില്ലേ, ആ സാറിനെ. അയാൾക്ക് സ്ഥലം മാറ്റമായി. ഓഹോ, നീ അയാളെ യാത്ര അയക്കാൻ പോയിരുന്നോ? അതിലെന്താ തെറ്റ്? നിനക്കൊന്നുമില്ലെന്ന് തോന്നെങ്കിൽ എനിക്കൊന്നുമില്ല. ഒരു ദിവസം ബാബുട്ടിനെ ഇവിടുന്ന് പോകും. അന്ന് ഞാൻ യാത്രയാക്കാൻ വരും. ബാബുട്ട, ഇന്നാളെ ഞാനൊരു പുസ്തകം വായിച്ചു. അതിലെഴുതിയിരിക്കുന്നു ജീവിതം ഒരു യാത്രയാണെന്ന്. അത് വായിച്ചപ്പോ തോന്നി, പഴഞ്ചൻ, ഈ എഴുത്തുകാർക്ക് വേറെ ജോലിയില്ലേ? ഒരാൾ എഴുതിയോ തന്നെ മറ്റൊരാളെന്തിനെഴുതുന്നു? ഇപ്പൊ തോന്നുന്നു അയാൾ എഴുതിയത് ശരിയാണെന്ന്. ജീവിതത്തിന് മാറ്റമില്ല, സംഭവിച്ചത് തന്നെ സംഭവിക്കുന്നു. പറഞ്ഞത് തന്നെ നമ്മൾ വീണ്ടും പറയുന്നു. ഇന്നലെ ആരോ ജീവിച്ച ജീവൻ തന്നെയാണ് ഇന്നത്തെ എന്റെ ജീവിതവും. ഇന്നലെ ആരോ പറഞ്ഞത് തന്നെയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. നീ ഇങ്ങനെ ജീവിക്കേണ്ടവളല്ലേ, ഇങ്ങനെ ആകേണ്ടവളല്ലേ. ഞാൻ ഇംഗ്ലീഷ് സാഹിത്യമാണ് പഠിക്കുന്നത്. നിന്നെപ്പോലെ ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ പേരിന്റെ പിന്നിൽ രണ്ടക്ഷരം എഴുതാനുള്ള അനുവാദത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ പഠിക്കുന്നത്. നീ ജീവിതം പഠിച്ചു, ഞാൻ വാക്കുകൾ അറിവ് മാത്രം പഠിച്ചു. എന്ത് പഠിച്ചിട്ടെന്താ? ഞാനൊരു തേവിടിച്ചല്ലേ. ഞാൻ രാവിലെ കുളിച്ചില്ല. ഞാൻ വിളിക്കട്ടെ? നിനക്കിന്ന് ക്ലാസ്സില്ലേടാ മോനെ? ഈ കൊല്ലം കൊണ്ട് നിന്റെ പഠിപ്പൊക്കെ തീരുമല്ലേ? അതെ. വീട് വിട്ട് വെളിയിൽ ഇറങ്ങാത്ത പെണ്ണ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോ അവൾ ഒരു എതിർപ്പും കാണിച്ചില്ല. നമുക്ക് ഹോട്ടലിൽ പോയി ചായ കുടിച്ചിട്ട് വരാം. ചായ ഞങ്ങൾ കുടിച്ചതാ. ഇനി എന്തെങ്കിലും ആഹാരം കഴിക്കണം. അത് പല്ലിയപ്പം ഗുളിക കഴിഞ്ഞിട്ട് മതി. അച്ഛാ, ഞാനൊന്ന് മോൻ കഴിയിട്ട് വരാം. ആ മോളെ ബാത്റൂം ഇതാടി. ബാത്റൂം കുളിമുറി പൈപ്പ് കേടാണ്. കരുണാകരനാ, ഇതാണോ നിന്റെ മകന്റെ യോഗ്യത? ഇവൻ കൊള്ളാവുന്നവനാണെന്നാ ഞാൻ കരുതിയത്. ഏതായാലും ഇവന് വേണ്ടി എന്റെ മകളുടെ ഭാവി നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറില്ല. അത് ഞാൻ അങ്ങോട്ട് പറയാൻ ഒരുങ്ങുകയായിരുന്നു.
എന്റെ മകന് നിങ്ങളുടെ മകളുടെ ഭർത്താവാകാനുള്ള യോഗ്യതയില്ല. അങ്ങനെ ഒരു ബന്ധം ഞാൻ ആഗ്രഹിച്ചു. എന്നോട് ക്ഷമിക്കൂ. തന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. മക്കൾ പിഴച്ചുപോയതിന് നമ്മൾ എന്ത് ചെയ്യാനാ? ഞങ്ങൾ ഇറങ്ങുകയാണ്. വാ മോളെ. രാധേ, നീയെങ്കിലും എന്നെ വിശ്വസിക്കൂ. ഞാൻ കാണുന്ന കൂടുതൽ ഇനി എന്ത് വിശ്വസിക്കാനാണ്? നല്ല സമയത്ത് ദൈവം എന്നിവിടെ കൊണ്ടെത്തിച്ചു. നീ എന്നെ തെറ്റിദ്ധരിക്കുന്നത്. ബാബുവേട്ടാ, ബാബുവേട്ടന് വേണ്ടി എന്റെ ജീവിതം ഞാൻ നശിപ്പിക്കില്ല. കരയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ചിരിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് എന്റെ ആശ. നമുക്ക് പിരിയാം. ഇത് നിന്റെ അവസാനത്തെ തീരുമാനമാണോ? അതെ. നമുക്ക് പോകാത്ത. എടാ, എന്റെ മനസ്സിൽ നിന്നും നിന്നെ തള്ളിക്കളയാൻ എനിക്ക് കഴിയുന്നില്ല. പക്ഷേ എന്റെ മകൻ പീഡിയത്തിണ്ണയിൽ കിടന്ന് ഉറങ്ങുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നിന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഞാൻ പറയുന്നില്ല. നീ എന്തിനാ കരുതുന്നേ? ബാബുട്ടാ, എന്നോട് ക്ഷമിക്കൂ. ഞാനിനി ഒരിക്കലും ഇവിടെ വരില്ല. ഞാൻ പോകുന്നു. രാജി, രാജി. അമ്മ ഇത് വിശ്വസിക്കില്ലേ? ഞാൻ വിശ്വസിക്കുന്നു. മതി, എനിക്ക് തൃപ്തിയായി. ഞാൻ എവിടെയോ തുടങ്ങിയ എന്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. മരണം തെറ്റുകൾക്കുള്ള ശിക്ഷയല്ല. നീ എന്റെ കൂടെ വരൂ. എങ്ങോട്ട്? എങ്ങോട്ടെന്ന് എന്തിനൊന്നും ചോദിക്കരുത്. എന്റെ കൂടെ വരൂ. ഞാൻ വരാമേ. ഞാൻ പോകുന്നു ദാമോട്ടാ. മഴ ചേട്ടത്തി, ഞാൻ പോകുന്നു. നീ എവിടെ പോയിരുന്നു? എന്റെ മകന്റെ അടുത്തേക്ക്. പിന്നെ എന്തിനിങ്ങോട്ട് പോന്നു? അവിടെ തന്നെ താമസിക്കാമായിരുന്നില്ലേ? അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനാണ്. ഇവിടെയും അല്ലേ? അതെ. ഇന്നലെ വരെ അവൾ ചീത്തയായിരുന്നു. ഇന്നു മുതൽ അവൾ ഒരു പുതിയ ജീവിതം തുടങ്ങും. ലക്ഷ്മി, ജീവിതം അലക്കി വെളുപ്പിക്കാവുന്നതല്ല. തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാം. അതിനവൾക്ക് കഴിയും. മകന്റെ തോന്നിവാസത്തിന് നീയും കൂട്ടി നിൽക്കുകയാണ്. അല്ല, അവന്റെ ഭാര്യയാക്കാനാണ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവന്നത്. ലക്ഷ്മി, ഇവൾ എങ്ങനെ ചീത്തയായെന്ന് ഞാൻ അറിഞ്ഞു. ഇവരുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ചീത്തയായി പോവുമായിരുന്നു. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ മകനെ ഇവൾ ചീത്തയാക്കിയിട്ടില്ല. ഇവൾക്ക് ഇവന്റെ ഭാര്യയാകാൻ ആ ഒരൊറ്റ യോഗ്യത മാത്രം മതി. ഇത് ഈ കുടുംബത്തിന്റെ അന്തസ്സിന്റെ പ്രശ്നമാണ്. നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലും ഇവൻ ഇവളെ വിവാഹം കഴിക്കും. അപ്പോഴും നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാനാവില്ല. ലക്ഷ്മി, നീ നാവടക്കി നിൽക്കുന്നതാണ് നല്ലത്. അച്ഛാ, കള്ളന്മാരോടും കൊലപാതകളോടും നമ്മൾ ക്ഷമിക്കാറില്ലേ? ഇവളോട് ക്ഷമിച്ചൂടെ?
ഇറങ്ങണ പുറത്ത്. അമ്മേ, ഞങ്ങൾ പോവുകയാണ്. വരും. മോനെ ലക്ഷ്മി, എന്റെ മോൻ ഈ വീട്ടിൽ സ്ഥാനമില്ലെങ്കിൽ അവന്റെ അമ്മയ്ക്കും അത് വേണ്ട. ലക്ഷ്മി, ഇവൾ തന്നെ നിന്റെ മകന്റെ ഭാര്യയായിരിക്കണമെന്ന് നിനക്ക് നിർബന്ധമുണ്ട്. ഞാൻ ഇവളെ കുറിച്ച് എല്ലാം മനസ്സിലാക്കി. ഇനി ഞാൻ ഇവളെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചയക്കില്ല. നമ്മുടെ മോനും ഇവളെ ഇഷ്ടമാണ്. നിങ്ങളോട് യോജിക്കാൻ എനിക്ക് വിഷമുണ്ട്, പക്ഷേ ഞാൻ എതിർക്കുന്നില്ല. എടാ ബാബു, അവളോട് അകത്ത് പോകാൻ പറയും.